ഇന്ന് പകൽ നിങ്ങളോട് പങ്കുവെക്കുവാനുള്ള എനിക്ക് ലഭിച്ച നിയോഗം സന്ദേശം ദൈവസഭയുടെ വർധനവ് എന്നുള്ളതാണ്. ദ ചർച്ച് ഈസ് ഗോയിങ് ടു ഗ്രോ മോർ ദാൻ എവർ വി എക്സ്പെക്റ്റഡ്. നാം പ്രതീക്ഷിച്ചതിനപ്പുറത്ത് ഈ കാലഘട്ടത്തിൽ ദൈവസഭ വളരണം. സ്തോത്രം. അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ എന്ന ദേശങ്ങളിൽ ഒക്കെയും സർവ്വസഭയ്ക്കും സമാധാനമുണ്ടായി. അതിൽ ചർച്ച് നീഡ് ടു എൻജോയ് ദ പീസ് ഓഫ് ഗോഡ്. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് that we can grow for the glory of the Lord. സമാധാനം ഉള്ളിടത്തെ ദൈവസഭ വളരത്തുള്ളൂ. സമാധാനം ഉള്ളിടത്തെ കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ ആത്മീയ വളർച്ച ഉണ്ടാകത്തുള്ളൂ. പേഴ്സണലി നമുക്ക് സമാധാനം ഉണ്ടാകും. അല്പം ശാന്തമായി കുഞ്ഞുങ്ങളുണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് വചനം ഒന്ന് ധ്യാനിക്കാം. ദൈവസഭയുടെ സമാധാനം ദൈവമക്കൾ സ്വപ്നം കാണണം. When you expect peace doesn't mean that there is no persecution, there is no calamities, there is no lack. The peace means what God has invested as a treasure in our heart. ഹൃദയത്തിനകത്ത് തന്നിരിക്കുന്ന ഒരു നിക്ഷേപമാ സമാധാനം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. രോഗമുള്ളപ്പോഴും നമുക്ക് സമാധാനം ഉണ്ടാകാം. സ്തോത്രം. യേശു സമാധാനം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 28 വാക്യത്തിലാണ് യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. സ്തോത്രം. ആ സമാധാനത്തിൻ്റെ പ്രത്യേകത, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ പീസ് ദാറ്റ് വേൾഡ് ഗിവ്സ്. ലോകം തരുന്ന പോലുള്ള സമാധാനമല്ല. ലോകം തരുന്ന സമാധാനം തന്നവർ തന്നെ തിരിച്ചെടുക്കും. ഇന്ന് തരുന്ന സമാധാനം നാളെ അവരെന്ത് ചെയ്യും? തിരിച്ചെടുക്കും. ഇന്ന് ചിരിപ്പിച്ചവർ നാളെ കരയിപ്പിക്കും. ഇന്ന് കൂടെ നിന്നവർ നാളെ കുതികാൽ വെട്ടി മാറിപ്പോകും. സമാധാനം തന്നവർ തന്നെ സമാധാനം തിരിച്ചെടുക്കുന്നതാ ലോകത്തിൻ്റെ സമാധാനം. യേശു പറഞ്ഞു, ഞാൻ തരുന്ന സമാധാനം അങ്ങനത്തെ സമാധാനമല്ല. ആ യോഹന്നാൻ 14 അധ്യായം വളരെ രസകരമാണ് വായിക്കാൻ. ശിഷ്യന്മാരെ എല്ലാവരും കൂടെ വിളിച്ചൊരു മുറിക്കൊക്കെ തിരുത്തിട്ട് യേശു പറഞ്ഞു, ആദ്യമേ പറഞ്ഞു, ഞാനൊരു വീട് പണിയാൻ പോകാമെന്ന് പറഞ്ഞു. നമ്മുടെ മലയാളി സ്വഭാവമല്ലേ, ഈ ശിഷ്യന്മാർ ഏകദേശം ഇതേ ക്യാരക്ടറൊക്കെയാണ്. എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. ആധാരവും താക്കോലും കൈ കിട്ടാതെ സമ്മതിക്കത്തില്ല. ഈ വാഗ്ദാനങ്ങൾ നമ്മൾ എത്രയോ കേട്ടുകൊണ്ടിരിക്കുന്ന ദിവസം. ഈ ഓരോ ഗവൺമെൻറ് വരുമ്പോഴും ദേ ആർ ഗിവിങ് ആമ്പിൾ പ്രോമിസസ്, വി ആർ ഗോയിങ് ടു ഡു ദാറ്റ്, വി ആർ ഗോയിങ് ടു ഡു ദാറ്റ്. അത് കൈ കിട്ടാത്തോടത്തോളം നമ്മൾ ഹാപ്പിയല്ല. അപ്പോൾ വീട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അവർക്ക് തൃപ്തി വരുന്നില്ല. എന്നാ ഇനി വീട് കിട്ടാൻ പോകുന്നത്? അടുത്ത ചോദിച്ചു, ഇനി പോകുന്ന വഴി എന്നാ? അപ്പോൾ യേശു പറഞ്ഞു, ഹല്ലേലൂയ, വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വഴി ഇതുവരെ പറഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനമാ, ഒരു കാര്യസ്ഥനെ തരാം, പരിശുദ്ധാത്മാവിനെ തരാമെന്ന് പറഞ്ഞു. അതും കൈ കിട്ടിയിട്ടില്ല, വരാൻ പോകുന്നതേ ഉള്ളൂ. അവസാനം ഒന്നും കിട്ടാതിരുന്നപ്പോഴാണ് യേശു പറഞ്ഞത്, ഒരു കാര്യം ചെയ്യ്, ഞാൻ എൻ്റെ സമാധാനം അങ്ങ് തന്നേച്ചു പോയി, ഇത് അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല, സ്വർഗത്തിൽ സമാധാനത്തിന് ഒരു പഞ്ഞവും ഇല്ല, എൻ്റെ സമാധാനം തരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ യോഹന്നാൻ 14:30 വാക്യം വായിക്കണം. ദ റിയൽ മീനിങ് ഓഫ് വാട്ട് കൈൻഡ് ഓഫ് പീസ് ഗോഡ് ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ ദ ലൈഫ് ഓഫ് ദ ഡിസൈപ്പിൾസ്. ആ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത സമാധാനത്തിന്റെ അർത്ഥം അറിയണമെങ്കിൽ യോഹന്നാൻ 14:30 ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കയില്ല, ലോകത്തിന്റെ പ്രഭു വരുന്നു, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവും. ഈ തിരിച്ചറിവാ ദൈവമക്കളെ സമാധാനം എന്ന് പറയുന്നത്. The prince of this darkness, prince of the air, prince of the world is coming against me, but I have nothing to do with him. ഈ ലോകത്തിന്റെ പ്രഭു എഴുന്നേൽക്കുന്നുണ്ട്, പിശാചിന്റെ ആധിപത്യം ഇവിടെയുണ്ട്, അന്ധകാരം നൃത്തം ചെയ്യുന്നുണ്ട്, എനിക്ക് നേരെ വിരല് ചൂണ്ടുന്നുണ്ട്, പിശാചിന്റെ കണികൾ എനിക്ക് നേരെയുണ്ട്, പക്ഷെ അവനുമായി എനിക്കൊരു കാര്യമില്ല എന്ന തിരിച്ചറിവാ ദൈവമക്കളുടെ സമാധാനം. ഹല്ലേലൂയ. പിശാച് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ പേടിച്ചോടുന്നതല്ല, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ തലകുനിക്കുന്നതല്ല, ലോകം എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെ വീണ് കിടക്കുന്നതല്ല. എന്തെല്ലാം വന്നാലും സന്തോഷമായി കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന ആഴമേറിയ സമർപ്പണം, തീരുമാനമാ ഒരു ദൈവ പൈതലിൻ്റെ സമാധാനം. ഈ തിരിച്ചറിവ് ഇന്ന് രാവിലെ നമ്മുടെ അകത്തുണ്ടാകണം. ഹല്ലേലൂയ. അതാണ് സമാധാനം എന്ന് പറയുന്നത്. ദൈവസഭയ്ക്ക് സമാധാനമുണ്ടായി. സമാധാനം ഉണ്ടാകുന്നത് ഹല്ലേലൂയ, റോമർ 5:1 വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ക്രിസ്തുയേശു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തു മുഖാന്തരം വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന സമാധാനമാ പിന്നീട് ദൈവമക്കൾക്ക് ലഭിക്കുന്ന സമാധാനം. ഫിലിപ്പ് ലേഖനം 4 അധ്യായത്തിന്റെ 6 വാക്യമാണ്, പ്രാർത്ഥിക്കുന്നവന് സമാധാനമുണ്ട്. ഹല്ലേലൂയ. സകല ആവശ്യങ്ങളും സ്തോത്രത്തോടെ ദൈവത്തോട് പറഞ്ഞു കഴിയുമ്പോൾ ലഭിക്കുന്ന സമാധാനത്തിന്റെ പേരാണ് the peace that surpasses all human understanding. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളുടെ സമാധാനം അത് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇനിയും പറയുന്ന 119 സങ്കീർത്തനം 165 വാക്യം, ഹല്ലേലൂയ, എൻ്റെ വചനത്തെ, ന്യായപ്രമാണത്തെ പ്രിയപ്പെടുന്നവർക്ക് മഹാസമാധാനമുണ്ട്.
ദൈവവചനം കൊണ്ട് നടക്കുന്നവർക്ക്, ദൈവവചനം വായിക്കുന്നവർക്ക്, ദൈവവചനം പ്രമാണിക്കുന്നവർക്ക് എന്തുണ്ട്? സമാധാനം ഉണ്ടെന്നേ. ഇനി രസകരമായ ഒരു പദം കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാൻ. അവർ ആരെന്ന് വിളിക്കപ്പെടും? ഉറക്കെ പറഞ്ഞാട്ട്, ദൈവത്തിൻ്റെ ഇവിടെ എത്ര ദൈവപുത്രന്മാരുണ്ട്? സമാധാനം ഉണ്ടാക്കണം കേട്ടോ. വഴക്കാളികളെ കയറി ദൈവവൈലൊന്നും വിളിക്കല്ലേ. കുടുംബത്തിൽ വഴക്കുണ്ടാക്കുന്ന ഭർത്താവ് അല്ലെങ്കിൽ എത്ര വലിയ പ്രാസംഗികനാണെങ്കിലും ഹീസ് നോട്ട് എ ചൈൽഡ് ഓഫ് ഗാഡ്. അല്ലെങ്കിൽ എത്ര പ്രവചിക്കുന്ന അമ്മാമയാണെങ്കിലും വഴക്കാളിയാണെങ്കിൽ ആരല്ല? ദൈവപൈതലല്ല. സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കുന്നവൻ എത്ര മിടുക്കനാണെങ്കിലും അവനെ ദൈവപൈതലെന്ന് വിളിക്കരുത്. ഹല്ലേലൂയ. ദ വൺ ഹൂ ഈസ് ഏബിൾ ടു ഹല്ലേലൂയ ബി എ പീസ് മേക്കർ, നോട്ട് എ പീസ് മേക്കർ. രണ്ടർത്ഥം ഉണ്ടല്ലേ. സഭ രണ്ടാക്കുന്നവനല്ല, പീസ് മേക്കർ ആയിരിക്കണം. സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാൻ. അവരാ ദൈവത്തിൻ്റെ മക്കള്. യെരുശലേമിലും യഹൂദയിലും ശമര്യയിലുമുള്ള സകല സഭകൾക്കും സമാധാനമുണ്ടായി. അതല്ല എൻ്റെ ചിന്താവിഷയം. സമാധാനമുണ്ടായപ്പോൾ they began to walk hallelujah in the fear of God. അവർ ദൈവഭയത്തിൽ നടക്കാൻ തുടങ്ങി. ദൈവസഭ ദൈവഭയത്തിൽ നടക്കേണ്ട കാലഘട്ടമാണ്. മനുഷ്യ ഭയത്തിലാണ് നാം പലപ്പോഴും ചെയ്യുന്നത്. അവർക്ക് എന്തോ തോന്നും, ഇവർക്ക് എന്തോ തോന്നും, ഞാൻ ചെയ്തില്ലെങ്കിൽ എന്തോ തോന്നും, ഞാൻ പോയില്ലെങ്കിൽ എന്തോ തോന്നും. ഇല്ല, ഒരു ദൈവ പൈതൽ ദൈവസഭ നടക്കേണ്ടത് ദൈവഭയത്തിലാണ്. ഹല്ലേലൂയ. മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനല്ല നമ്മുടെ ആത്മീയ ജീവിതം, മനുഷ്യർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാനല്ല. ദൈവവചനം എന്തു പറയുന്നു? ദൈവനാമത്തെ ഭയപ്പെടുന്നവർക്ക് ഇന്ന് രാവിലെ കാലം ഹല്ലേലൂയ ദൈവകൃപയിൽ വളരാൻ പറ്റത്തുള്ളൂ. മാനുഷ്യ പ്രസാദം കൊണ്ട് നമുക്ക് വേണ്ട. പൗലോസ് പറയുന്നു, എനിക്ക് പ്രമാണിമാരുടെ പ്രസാദം വേണ്ട, എനിക്ക് അപ്പോസ്തലന്മാരുടെ പ്രസാദം വേണ്ട. ഞാൻ എന്ത് ചെയ്താലും, എന്ത് തിന്നാലും, എന്ത് കുടിച്ചാലും ഐ ഷുഡ് പ്രീച്ച് ഗോഡ് വിത്ത് മൈ ലൈഫ് ഹല്ലേലൂയ ആൻഡ് മിനിസ്ട്രി. എൻ്റെ ജീവിതം കൊണ്ടും എൻ്റെ ശുശ്രൂഷ കൊണ്ടും എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഹല്ലേലൂയ. 300 വർഷം ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്. നമ്മളൊക്കെ അല്ലെങ്കിൽ ഈ ജീവിതകഥയൊക്കെ എഴുതാൻ തുടങ്ങി. നമ്മുടെ ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി ഒക്കെ എഴുതാൻ ഐ ലൈക്ക് ടു റീഡ് ഓൾ ദ ബയോഗ്രഫീസ് ആൻഡ് ഓട്ടോബയോഗ്രഫീസ് ഇതൊക്കെ വായിക്കാറുണ്ട്. ഒരു 50 വർഷമൊക്കെ ഈ ഭൂമി ജീവിച്ചവരുടെ ഓട്ടോബയോഗ്രഫി 500 പേജുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹാനോക്കിൻ്റെ ബയോഗ്രഫി എഴുതണമെങ്കിൽ എത്ര പേജ് വേണം? 300 വർഷം. ഈ വോക്ക്ഡ് വിത്ത് ഗോഡ് ഫോർ ഓൾമോസ്റ്റ് 300 years. അല്ലെങ്കിൽ എ സ്പിരിച്വൽ വോക്ക് വിത്ത് ഗോഡ്. അല്ല, ആ 300 വർഷത്തെ ബയോഗ്രഫി ദൈവം he summarized that in 3 words. In the book of Hebrew, we read that, he walked with God and he was not, because God took him away. Before he was taken, God said that he pleased God. Praise the Lord. 3 വാക്കിലാ 300 വർഷത്തെ ജീവിതം ദൈവം കുത്തിക്കുറിച്ചത്. അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം പ്രാപിച്ചു. ദൈവമക്കളെ, ഒരു ആയുസ് മുഴുവൻ ഓടി തീർത്തിട്ട് അക്കരെ നാടിൻ്റെ വക്കോടെ എത്തുമ്പോൾ എനിക്കും നിങ്ങൾക്കും കേൾക്കേണ്ട ഒരു വിളിയുണ്ട്. എൻ്റെ നേരെ നീണ്ടുവരുന്ന കൈ സ്വർഗം വിളിച്ചു പറയണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, അകത്ത് വന്ന് എൻ്റെ സന്തോഷത്തെ പ്രവേശിച്ചുകൊള്ളുക. ഇതിലപ്പുറത്ത് എനിക്കൊന്നും കേൾക്കണ്ട. പ്രസംഗത്തിൻ്റെ മാർക്ക് എനിക്ക് കേൾക്കണ്ട, എഴുതിയ പുസ്തകത്തിൻ്റെ ചരിത്രം എനിക്ക് കേൾക്കണ്ട, പോയ രാജ്യങ്ങളുടെ പേരെനിക്ക് കേൾക്കണ്ട, ചെയ്തു കൂട്ടിയ നന്മകൾ എനിക്ക് കേൾക്കണ്ട. ഇന്ന് രാത്രി സ്വർഗ കവാടത്തിൻ്റെ വാതിക്കൽ ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന വിധി, ഹല്ലേലൂയ, സന്തോഷ ശബ്ദം. നിന്റെ കൈകൾ, എൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കണം. നല്ല ദാസനെ, അകത്തു വാ. ഹല്ലേലൂയ. ദൈവഭയത്തിൽ ദൈവസഭ നടക്കേണ്ട കാലഘട്ടം. Teach our generation walk in the fear of God. When you are tossed between all the culture and calamities of this world, never be hallelujah hung to that way. You need to walk in the fear of God. ഇന്ന് രാവിലെ എല്ലാ തലമുറകളും ദൈവഭയത്തിൽ നടക്കുവാൻ ഉത്സാഹിക്കണം. Praise the Lord. അവിടെ പറഞ്ഞു, they were edified. അവർ ആത്മീയ വർധന പ്രാപിച്ചു. What do you mean by spiritual edification? We are well established and rooted in the word of God, and we are growing day by day in our faith. വിശ്വാസത്തിൽ വളരുന്നതും വചനത്തിൽ ഉറയ്ക്കുന്നതും ആത്മീയ വർധന. എത്ര അന്യഭാഷ പറഞ്ഞെന്നല്ല, എത്ര കൈകൊട്ടിയെന്നല്ല, ഇന്ന് പകൽക്കാലം എത്രമാത്രം ആഴത്തിൽ വചനത്തിൽ വേരുറച്ചു എന്നതാ ആത്മീയ വർധനയുടെ ലക്ഷണം. ദൈവസഭകൾ വചനത്തിൽ വളരട്ടെ. ഈ 2019 ഇവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന കാനഡ റീജിയനോട് പരിശുദ്ധാത്മാവിൽ ദൂത് പറയുന്നു, വചനത്തിന് 1-ാം സ്ഥാനം കൊടുത്താട്ട്, ദൈവവചനത്തെ മുഖം നോക്കാതെ പ്രസംഗിച്ചാട്ട്, ദൈവവചനത്തെ പച്ചയായി വിവരിച്ചാട്ട്, മറ്റു കാര്യങ്ങളുടെ പുറകെ പോകാതെ ആള് വലിച്ചു കൂട്ടുന്നതല്ല നമുക്കിവിടെ വലിയ കാര്യം. ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന, ആത്മാവിൽ വളരുന്ന ഒരു തലമുറയെ പട്ടണത്തിൽ വാർത്തെടുക്കുവാൻ ദൈവസഭയ്ക്കും നിയോഗമുണ്ട്. വചനത്തെ വിറ്റുകളയാത്ത, വചനത്തെ വിറ്റുതുലയ്ക്കാത്ത, വചനത്തോട് കൂട്ടുചേർക്കാത്ത, വചന വിരുദ്ധമായതിന് കൈകൊടുക്കാത്ത ഒരു സഭയായി ദേശത്ത് ഇത് വളരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആശിക്കുന്നു.
ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഉറയ്ക്കണം. ആടി ഉലയുന്ന വിശ്വാസമല്ല, എന്തെല്ലാം വന്നാലും ഉലയാത്ത വിശ്വാസം. എന്ത് പ്രതികൂലത്തിന്റെ നടുവിലും ആഴത്തിൽ വേരുറങ്ങിയ നമ്മുടെ പിതാക്കന്മാർ കാത്തുപരിപാലിച്ച സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഉയരത്തിലെ ചിന്തകളാൽ സമ്പുഷ്ടമായി തീരട്ടെ നമ്മുടെ ആത്മീയ ജീവിതം. ഹല്ലേലൂയ. അവർ വചനത്തിൽ ഉറച്ചു, വിശ്വാസത്തിൽ വളർന്നു, സഭ എണ്ണത്തിൽ പെരുകിക്കൊണ്ടിരുന്നു. അതാണ് എൻ്റെ രാവിലത്തെ തുടർന്നുള്ള മിനിറ്റുകളിലെ ചിന്താവിഷയം. We want to see a growth for the church of God. ദൈവസഭ ഒരു വളർച്ചയുണ്ടാകണം, എണ്ണത്തിലും പെരുകണം, ആത്മവിഷയത്തിലും നമുക്ക് പെരുകണം. ഒരു പുതിയ റീജിയനാണല്ലോ എല്ലാ സഭകളും. എവരി പാസ്റ്റേഴ്സ് ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. ആൻഡ് വെൻ യു ഗോ ബാക്ക് ടു യുവർ ചർച്ച് ആൻഡ് ടീച്ച് യുവർ ജനറേഷൻ, ടീച്ച് യുവർ ചിൽഡ്രൻ, ടീച്ച് യുവർ മെമ്പേഴ്സ് ദാറ്റ് ദിസ് ഇയർ വി വാണ്ട് ടു സീ എ ഗ്രോത്ത് ഇൻ അവർ ചർച്ച്. ഈ വർഷക്കാലം നമ്മുടെ സഭയ്ക്കൊരു വളർച്ചയുണ്ടാകണം. എത്ര പേർ അങ്ങനെ കൊതിക്കുന്നുണ്ട്? We need to do certain things. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭകളിലെ സഭകളൊക്കെ ധാരാളം വളർന്നുകൊണ്ടിരിക്കും. ഈ വർഷത്തിൻ്റെ ആരംഭ ഞായറാഴ്ച വസുവിത്ത് പാസ്റ്റർ KC ജോണിൻ്റെ ചർച്ചിലായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട 1500ഓളം വിശ്വാസികൾ, അതും സാധാരണക്കാർ കടന്നു വന്ന് ആരാധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ അവിടെ കാണുവാനിടയായി. കേരളത്തിലെത്തിയോ? ഐ ലെഫ്റ്റ് കേരള മെനി ഇയേഴ്സ് ബാക്ക്, സോ ഐ ഡിഡ്ന്റ് ഹാവ് മച്ച് ഓപ്പർച്യൂണിറ്റി ടു ഗോ ആൻഡ് വിസിറ്റ് ദ ചർച്ചസ്. അതുകൊണ്ട് എനിക്ക് അധികം സഭകളെ അറിയത്തില്ല. വളരെ സഭകൾ, എത്രയോ സഭകൾ, അമേരിക്കയിൽ എത്രയോ ചർച്ചകൾ വളരത്തില്ലെന്ന് പറയുന്നിടത്തൊക്കെ സഭ വളരുന്നുണ്ടെന്ന്. ഒക്കലഹോമയിൽ എല്ലാവരും പറഞ്ഞു ന്യൂ ഇമിഗ്രൻസ് വരാത്ത ഒരു സ്ഥലമാണ് ഒക്കലഹോമ. കാരണം ജോലി സാധ്യതകൾ കുറവുള്ളതാണ്. ഹൂസ്റ്റൺ ആൻഡ് ഡാളസിലുമാണ് ആര് വന്നാലും അക്യുമുലേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഹൂസ്റ്റൺ ആൻഡ് ഡാളസ്. അതുകൊണ്ട് ചർച്ചകൾക്കൊക്കെ ഇഷ്ടം പോലെ ആളുണ്ട്. പക്ഷെ ദൈവം സഹായിച്ചിട്ട് എനിക്ക് മുമ്പിരുന്ന ദൈവദാസൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഇന്ന് 400 പേർ ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു സഭ IPC എബ്രോൻ ഒക്കലഹോമയിലുണ്ട്. സഭ എല്ലായിടത്തും വളരുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. സഭാ വളർച്ചയെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങൾ സമർപ്പണത്തോടെ ദൈവവചനത്തിൻ്റെ സത്യത്തിന് വേണ്ടി നിന്നാൽ, ഹല്ലേലൂയ, തീയിലേക്ക് പ്രാണികൾ ആകർഷിക്കുന്നത് പോലെ നിങ്ങൾ പറയും ന്യൂ ജനറേഷൻ അവിടെയുണ്ട്, ഉപദേശ വിരുദ്ധമായ കാര്യങ്ങൾ അഴിച്ചുവിട്ട കൂട്ടം അവിടെയുണ്ട്, അവിടെ എന്താ ഈച്ച പെരുകുന്ന പോലെ ആൾ കൂടുന്നത്? അതല്ലല്ലോ നമ്മുടെ വിഷയം. ആത്മാക്കൾ അടുത്തു കൂടുമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ദൂത് പറയുന്നു. 2019 സഭകളുടെ അകത്ത് ആളുകൾ കടന്നു വന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ശുശ്രൂഷകൾ വെളിപ്പെടട്ടെ. ദൈവദാസന്മാർ, take it as a challenge. We want to see a growth, a radical transformation and a growth in the church of God. ദൈവസഭയ്ക്കകത്ത് സമൂലമായ ആത്മീയ മാറ്റങ്ങളും ആത്മാക്കളുടെ വർധനവും കാണുവാൻ കൊതിക്കണം. If you are expecting a growth in your church, we need to have 6 group of people in our church. ദൈവസഭയ്ക്കകത്ത് 6 രീതിയിലുള്ള ആൾക്കാരുണ്ടായിരിക്കണം. 9-ാം അധ്യായത്തിൽ നിന്ന് 6 പേരെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. Turn with me to Acts chapter 9. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ കാണുന്ന 6 തരത്തിലുള്ള ആൾക്കാർ ഒരു സഭയിൽ ഉണ്ടെങ്കിൽ സഭ എണ്ണത്തിൽ പെരുകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 9-ാം അധ്യായത്തിന്റെ 10 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളെല്ലാം വായിക്കേണ്ട, ഒന്ന് വായിച്ചു തുടങ്ങിയാട്ട്. Acts chapter 9 verse 10 onwards. എന്നാൽ അനനിയാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. Ananias, we need to have certain Ananias in the house of all the children are with me. We need to have certain Ananias, visionaries, ദർശനമുള്ള പ്രാർത്ഥിക്കുന്ന അനന്യാസുമാർ ഒരു സഭയിൽ ഉണ്ടെങ്കിൽ സഭ എണ്ണത്തിൽ പെരുകും. Hallelujah. It's easy for me to stand in the pulpit and preach the word of God. I can write certain things, I can organize many things, I can be a good leader. But if you want to see a growth in your church, we need certain visionaries and those who are on their knees and listening the audible voice of God. ദൈവ ശബ്ദത്തിന് ചെവി കൊടുക്കുന്ന, മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഭക്തന്മാർ ഈ വർഷക്കാലം ദൈവസഭയ്ക്കകത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളൊന്നും ചെയ്യേണ്ട. ആത്മാക്കളുടെ വർധനവ് ആലയത്തിൽ നടക്കും. ദൈവസഭയെ ഉപദ്രവിച്ചു മുടിച്ച സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുവാൻ എറിഞ്ഞവരുടെ അല്ലെങ്കിൽ വസ്ത്രം കാത്തു സൂക്ഷിക്കുന്ന, പരീശനായിരുന്ന, സദൂക്യനായിരുന്ന, പ്രമാണിയായിരുന്ന, വിദ്യാസമ്പന്നനായിരുന്ന, തീവ്രവാദിയായിരുന്ന അല്ലെങ്കിൽ ആ പൗലോസ് അല്ലെങ്കിൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ കുതിരപ്പടയിൽ കടന്നു വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ ഒരു പട്ടണത്തിൽ ഉണ്ടെങ്കിൽ, വെൽക്കം ടു ഡമാസ്കസ് എന്ന് പറയുന്നതിന്റെ പടിവാതിക്കൽ അല്ലെങ്കിൽ ഏത് തീവ്രവാദിയെയും ഏത് അല്ലെങ്കിൽ ദിഷ്ടൂരനെയും തൊടുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് ഓർത്തോണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു അനനിയാസ് പട്ടണത്തിലുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് സഭയിലുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ സഭയിലുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഉറപ്പ് തരുന്നു, നിന്റെ ചർച്ചിന്റെ മുന്നിൽ കൂടെ പാസ് ചെയ്യുന്ന ശൗലുമാരെ അവരുടെ മേൽ വീശുന്ന ഒരു വെളിച്ചം ഇന്ന് പകൽക്കാരോട് വ്യാപരിക്കുന്നുണ്ട്. ദൈവ ശബ്ദത്തിന് ചെവി കൊടുക്കുന്ന, ദൈവാലോചനയ്ക്ക് ചെവി കൊടുക്കുന്ന ദർശനമുള്ള ചില അനന്യാസുമാർ ഇന്ന് പകൽ സഭയിൽ എഴുന്നേൽക്കട്ടെ. അറിയപ്പെടുന്നവരൊന്നും ആയെന്ന് വരത്തില്ല കേട്ടോ.
കേമന്മാരുടെ ലിസ്റ്റിലൊന്നും പേര് കാണത്തില്ല, പക്ഷെ സ്വർഗത്തിൻ്റെ ലിസ്റ്റിൽ നിന്റെ പേരുണ്ടായിരിക്കും. മറന്നു പോകൽ. അനന്യാസേ, യു ആർ നോട്ട് എ വെൽ നോൺ ഇവാഞ്ചലിസ്റ്റ്. അല്ലല്ല, നിന്റെ പേര് ലിസ്റ്റിലൊന്നുമില്ല. നിന്നെ ആരും ഇതുവരെ എങ്ങും പ്രസംഗിക്കാനൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ അനന്യാസ് എന്ന ആ ഭക്തൻ ദമാസ്കസ് എന്ന കൊച്ചു ഗ്രാമത്തിൽ തൻ്റെ മുറിക്കകത്ത് മുഴങ്കാൽ മടക്കിയ പായലിരിക്കുമ്പോൾ അവൻ്റെ ചെവിക്കകത്ത് അനന്യാസേ എന്ന ദൈവശബ്ദം കേട്ടു. അല്ലല്ല, സഭാഹോളിൻ്റെ നടുവിലൊന്നും അല്ല. ഇന്നലെ ഓർപ്പിച്ചതുപോലെ നീ ഇരിക്കുന്ന നിന്റെ കൊച്ചു മുറിക്കകത്ത് നിന്നോടുള്ള ആലോചന പറയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവശബ്ദത്തിൽ നീ ചെവി കൊടുത്താൽ ചിലരെ സ്നാനപ്പെടുത്തുന്ന, ചിലരുടെ മേൽ കൈവച്ചിട്ട് അല്ലല്ലേ ശൗലേ സഹോദര ആത്മപൂർണനാകുക എന്ന് പറയുന്ന അഭിഷേകത്തിന്റെ ദൂതൊക്കെ നിന്റെ ആദരത്തിൽ കൂടെ ദിവസങ്ങളിൽ ദൈവം പുറത്തു കൊണ്ടുവരും. മറഞ്ഞിരിക്കുന്ന ചില അനന്യാസുമാർ ഇന്ന് പകൽക്കാലം ആത്മാവിൽ പുറത്തു വരട്ടെ. എനിക്ക് ആവേശത്തോടെ പറയുവാൻ സന്തോഷമുണ്ട്. സ്വർഗത്തിൽ കിരീടമൊക്കെ കൊടുക്കുന്ന ദ ടൈം ഓഫ് ദ കൊറോണേഷൻ, അല്ലെങ്കിൽ ആ കിരീടധാരണത്തിൻ്റെയൊക്കെ ചടങ്ങ് ഞാനിങ്ങനെ സ്വപ്നം കാണാറുണ്ട്. സ്തോത്രം. സ്വർഗത്തിലെല്ലാം സെറ്റാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാവനയിൽ പറയുക, പ്രസംഗ ഭാഷയിൽ പറയുക, സ്വർഗത്തിലെല്ലാം റെഡിയായിട്ടിരിക്കുകയാണ്, കിരീടധാരണം നടക്കാൻ പോവുക. നമ്മൾക്ക് അവിടെ പോകുമെന്ന് ഉറപ്പുണ്ട്. എല്ലാവരും അവിടെ പോകണം. കിരീടമല്ല. പൗലോസിന് ജീവിച്ചിരിക്കുമ്പോൾ അറിയാമായിരുന്നു ഏത് കിരീടമാ തലേ വെക്കാൻ പോകും. നമുക്ക് പേരുണ്ടോന്ന് പോലും അറിയത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിയണം. പൗലോസ് പറയില്ല, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമന്റ് മുതലായവരെ കുറിച്ച് പറഞ്ഞതിൽ എനിക്ക് എന്തോ ഉണ്ട്. ദൈവമക്കളെ, while living under this word itself, we need to make sure that our names are written in the book of life. ജീവപുസ്തകത്തിൽ പേരുണ്ടെന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിയണം. അല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് ഡെഡ് ബോഡി വെച്ചിട്ട് മുന്നിൽ നിന്നുകൊണ്ട് പാസ്റ്റർമാർ പറയുമ്പോഴല്ല അക്കരെ നാട്ടിൽ പോകുമ്പോൾ കാണാം. അതല്ല, നമുക്കറിയണം അവിടെ നമ്മുടെ പേരുണ്ടെന്ന് ഉറപ്പാക്കണം. പൗലോസിന് he was pretty sure about what kind of crown he is going to be adorned with that. അല്ല, ഏത് കാര്യത്തിലുള്ള കിരീടം ആ തലയെ വെക്കുന്നത് നല്ല ഉറപ്പായിരുന്നു. ഏത് കിരീടമാണ് പൗലോസിന് കിട്ടുന്നത്? നല്ല ഓർപ്പരുത്, ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ഇനി നീതിയുടെ കിരീടധാരണം നടക്കാൻ പോകുക. കടൽ വഴിയായും കരവഴിയായും ഒക്കെ നടന്ന് ആയിരങ്ങളെ സഭ സ്ഥാപിച്ചും പേഴ്സണലി ഇവാഞ്ചലിസം ചെയ്തും ക്രൂസേഡിൽ പ്രസംഗിച്ചും അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി കട്ടമനുഭവിച്ച പൗലോസിൻ്റെ കിരീടധാരണം നടക്കാൻ പോകുക. ഇനി ഞാൻ എൻ്റെ ഭാവനയെ പറയാൻ പോകുക. ഹല്ലേലൂയ, പേര് വിളിച്ചു. ഹല്ലേലൂയ, പൗലോസ്. ഹല്ലേലൂയ, നീതിയുടെ കിരീടവുമായി ദൂതൻ നടന്നു വരുമ്പോൾ സ്വർഗം പറഞ്ഞു കാണും. Can you pause for a moment? I want to introduce one person before to adorn the Paul with this crown. പൗലോസിനെ ഈ കിരീടം ധരിപ്പിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നിർത്തണമേ, എനിക്ക് ഒരാളെ പരിചയപ്പെടുത്താനുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും തുറച്ചു നോക്കും. ആരാ അത്? അനന്യാസ് എഴുന്നേറ്റ് വന്നാട്ടെ. അന്ന് നേർവിധിയുടെ തെരുവിൽ പോയി ശൗലേ സഹോദര കാഴ്ച പ്രാപിക്ക എന്ന് പറഞ്ഞ് തൊട്ടവനെ സ്നാനപ്പെടുത്തുവാനും ആത്മനിയുക്തനാക്കുവാനും ആരും അറിയാത്തവനായി മാറി നിന്ന ഈ സുവിശേഷങ്ങളുണ്ടല്ലോ, അവന് ലഭിക്കുന്ന കിരീടത്തിൻ്റെ തിളക്കം പൗലോസിൻ്റെ കിരീടത്തിനേക്കാൾ തിളക്കം ഉണ്ടായിരിക്കും. എത്ര ഭക്തന്മാർക്ക് ഇന്ന് രാവിലെ ദൂത് മനസ്സിലായി? ശബന റിഗന മധുരാധകന. ഇന്ന് വരെ നീ ഒരു സ്റ്റേജിലും പ്രസംഗിച്ചിട്ടില്ല, ഇന്ന് വരെ നീ ഒരു സഭയുടെ മുമ്പിലും വന്നിട്ടില്ല. പക്ഷെ നിന്റെ മുറിക്കകത്ത് കണ്ണുനീർ കുതിർന്ന പ്രാർത്ഥനകളായി തലയിണയിൽ മുഖമമർത്തി കരഞ്ഞതും ഇടിവിൽ നിന്നതും ഇടവിടാതെ പ്രാർത്ഥിച്ചതും മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. ആയിരങ്ങളെ നേടുന്ന ശുശ്രൂഷകന്മാരായി ദൈവദാസന്മാർ സുവിശേഷത്തിൻ്റെ വയലുകളിൽ പരസ്യമായും രഹസ്യമായി അധ്വാനിക്കുമ്പോൾ അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച സഹോദരി, അവർക്ക് അല്ലെങ്കിൽ പണം കൊടുത്ത ദൈവദാസ, നിന്നെ ഇന്ന് ആരും അറിയത്തില്ലെങ്കിലും നിന്നെ ആനയിച്ചാതിരി ഒരു ദിവസമുണ്ടെന്നോർത്ത് എത്ര പേർ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസ് കേമന്മാരിൽ കേമനാണല്ലോ, 12 പേരിൽ പ്രമുഖനാണ്, 2 ലേഖനം എഴുതിയവനാണ്, 1-ാം സഭയുടെ അപ്പോസ്തലനാണ്, അറിയപ്പെടുന്നവനാണല്ലോ, പ്രഭാഷകനാണല്ലോ, ഹല്ലേലൂയ, ആത്മപൂർണനാണല്ലോ, രോഗശാന്തി വരപ്രാപ്തനാണല്ലോ. പക്ഷേ അന്ന് പത്രോസിന്റെ കിരീടധാരണം നടക്കാൻ പോകുക. ഹല്ലേലൂയ, പത്രോസിനെ വിളിക്കാൻ പോകുക. പത്രോസിന് എന്ത് കിരീടം കിട്ടാൻ പോകുന്നത്? ബൈബിളിലെ കാര്യമാണ്. ഇടയശ്രേഷ്ഠം പ്രത്യക്ഷനാകുമ്പോൾ പുള്ളി എഴുതിയ കാര്യമാണ്. തേജസിൻ്റെ ഓടാത്ത കിരീടം അപ്പോസ്തലനായ പൗത്രോസിൻ്റെ തലയിലോട്ട് ഹല്ലേലൂയ അൺഫെയ്ഡിങ് ക്രൗൺ ഓഫ് ഗ്ലോറി അതങ്ങോട്ട് വെക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗം പറയും, എനിക്ക് ഒരാളെ പരിചയപ്പെടുത്താനുണ്ട് കേട്ടോ. പത്രോസിനെ മിടുക്കനാ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അന്ന് രാത്രി എൻ്റെ കൂടെ പാർത്തിട്ട് രാവിലെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ മശിഹായെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് എൻ്റെ അടുക്ക കൊണ്ടുവന്ന അവൻ്റെ സഹോദരൻ അന്ത്രയോസ് ഉണ്ട്. പിന്നെ അധികം ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരു ചിൽഡ്രൻ മിനിസ്ട്രി ഇടയ്ക്ക് ചെയ്തു. 5 അപ്പം കൊണ്ട് 5000 പേര് പോഷിപ്പിക്കുന്ന ശുശ്രൂഷയിൽ പൈതൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊതി എൻ്റെ അടുക്ക കൊണ്ടുവന്നു. പിന്നെ എവിടോ വെച്ച് ഹല്ലേലൂയ കുറച്ച് യെരുശലേമിൽ നിന്ന് വന്നവരെ കുറച്ച് യവനന്മാരെ പരിചയപ്പെടുത്തുവാനും കൂടി. അല്ലാതെ പിന്നെ അന്ത്രയോസിൻ്റെ പേരൊന്നും ഹല്ലേലൂയ വേദപുസ്തകത്തിൻ്റെ താളുകളില്ല. സഭാചരിത്രത്തിൽ കണ്ടേക്കാം, കേമന്മാരുടെ ലിസ്റ്റിലൊന്നും പേരില്ലെങ്കിലും ഹല്ലേലൂയ ഇന്ന് അവനെ എൻ്റെ കയ്യിൽ കൊണ്ടുവരുവാൻ കാരണമായത് ഇവനായതുകൊണ്ട് അന്ത്രയോസിൻ്റെ കിരീടം വലുതായിരിക്കും. ദൈവമക്കളെ, നിങ്ങൾ നടത്തിയ പലരും ഇന്ന് ശുശ്രൂഷയിൽ ശോഭിക്കുമ്പോൾ ഓർത്തോണം, നിങ്ങളുടെ പ്രതിഫലം വലുതാണ്.
നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. അതുകൊണ്ട് നന്മ ചെയ്യുന്നവർ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകല്ലേ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവസഭയിൽ ദൈവമക്കൾ മുന്നേറണം. സ്ഥാനവും മാനവും നോക്കിയല്ല, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ദർശനമുള്ള അനന്യാസുമാര് ദൈവസഭയ്ക്ക് വേണം. പ്രാർത്ഥിക്കുന്ന, മുഴങ്കാലിലിരിക്കുന്ന അനനിയാസ് വി നീഡ് ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ്. 2 ദൈവസഭയ്ക്ക് വേണ്ടത്, അതിന്റെ 22-ാം വാക്യം, ചാപ്റ്റർ 9 വേഴ്സ് 22. അപ്പോസ്തലപ്രവൃത്തി 9:22. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. നമുക്ക് വേണം മേൽക്കുമേൽ ശക്തി പ്രാപിക്കുന്ന ശൗലുമാരെ സഭയ്ക്കകത്ത്. കാലം കഴിയുമ്പോൾ, പ്രായം കഴിയുമ്പോൾ, മാസം കഴിയുമ്പോൾ ക്ഷീണിച്ചു പോകുന്നവരെ അല്ല, വിശ്വാസത്തിൽ ക്ഷീണിക്കുന്നവരെ അല്ല ദൈവസഭയ്ക്ക് വേണ്ടത്. ഞങ്ങൾ ഒത്തിരി ഓടിയവർ, 50 വർഷമായി, 40 വർഷമായി. നോ, വി നീഡ് ടു ബിക്കം സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ ഡേ ബൈ ഡേ. ദൈനംദിനം ശക്തി പുതുക്കുന്നവരെ ദൈവസഭയ്ക്കകത്ത് വേണം. ഹല്ലേലൂയ. 5 പേരോ 10 പേരോ എണ്ണം ഒന്നും നോക്കി ഇന്ന് രാവിലെ ഭാരപ്പെടേണ്ട. ശൗലോ മേൽക്കുമേൽ ഹി ബിക്കം സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ ഡേ ബൈ ഡേ. ദിവസം ശക്തി പ്രാപിക്കണമെന്ന് ഇന്നലെ പ്രാപിച്ച കൃപ കൊണ്ട് ദൈവദാസൻ കർത്തൃമേശ നടത്തി ഓർപ്പിച്ചു. പാടുന്ന പാട്ട് പുതിയതായിരിക്കണം, വരികൾ പഴയതായിരിക്കും, പക്ഷെ പുതിയതായിരിക്കണം പാട്ട്. സ്തോത്രം പറയുന്നത് പുതിയതായിരിക്കണം. ആരാധന പുതുക്കത്തോടെ വേണം ചെയ്യുവാൻ. ദൈവമക്കൾക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടത് ഒരു പുതുക്കത്തിൻ്റെ ശുശ്രൂഷയാണ്. We need to renew our mind so that we can have a new song, new praise, new glory. ദൈവത്തിന് കൊടുക്കാൻ എല്ലാം പുതിയതായിരിക്കും. നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ മേൽക്കുമേൽ ശക്തി. കാലത്തിനും സംസ്കാരത്തിനും പഴക്കത്തിനും മാറ്റിമറിക്കുവാൻ കഴിയാത്ത ഒരു അഭിഷേകമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവം എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം, ദൈവം എനിക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ കൃപകൾ, ദൈവം എനിക്ക് തന്നിരിക്കുന്ന വരങ്ങൾ, ദൈവം എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ നിയോഗങ്ങളൊക്കെ കാലത്തിനും പഴക്കത്തിനും അയക്കുവാൻ കഴിയുന്നതല്ല. നാൾക്ക് നാൾ ദൈവമക്കൾ പുതുക്കം പ്രാപിക്കണം. ഓരോ ദിവസം കഴിയുമ്പോഴും ദൈവമക്കൾ ശക്തിയിൽ പുതുകി വരണമെന്നേ. ഒരുപക്ഷെ തൊക്ക് ചുളുങ്ങിയേക്കാം, തല നരച്ചേക്കാം, കൈകാലുകൾക്ക് പഴയ ബലം കണ്ടെന്ന് വരത്തില്ല, സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞേക്കാം. പക്ഷേ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചാലും അകമയുള്ള മനുഷ്യൻ ദൈനംദിനം ശക്തി പ്രാപിക്കുന്നു. Let your inner man be stronger, getting stronger and stronger and stronger day by day. അകത്ത മനുഷ്യൻ ശക്തി പ്രാപിക്കണം. 85 വയസ്സുണ്ട് കാലേവിന്. കാലേവ് എത്ര വയസ്സുണ്ട്? 85 വയസ്സുണ്ട്. കൂടെ ഉള്ളവരൊക്കെ എന്ത് വടിയും കുത്തിപ്പിടിച്ച് നടക്കുക. പക്ഷെ നീ എന്തെങ്കിലും ഓടി നടക്കുന്നത്? എനിക്ക് ഒരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട് 45 വർഷം മുമ്പ്, 40ാമത്തെ വയസ്സിൽ. അന്ന് ഞാനും യോശുവയും ചേർന്ന് നിൽക്കുമ്പോൾ മോശ ഞങ്ങളോടൊരു ദൂത് പറഞ്ഞു, ഈ ഹെബ്രോൻ ദ ഫെലോഷിപ്പ് അലലിയ കൂട്ടായ്മ നിനക്കുള്ളതാ. പക്ഷെ ഇന്ന് നോക്കിയാലോ, അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, അവിടെ അലലിയ ഒത്തിരി പേരൊക്കെ അവകാശം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഭയപ്പെടാത്തതിന്റെ കാരണം ഇന്നും from the top of the head to the sole of my foot, every fiber of my body is filled with new strength because I have a promise. ആ വാഗ്ദത്തം എൻ്റെ മുമ്പിൽ തൂങ്ങിക്കിടക്കുന്നിടത്തോളം കാലം ആര് ചവിട്ടി നിന്നാലും, ഹെബ്രോന്റെ മുകളിൽ ആര് കാലുവെച്ചാലും, ആ മലയിലെ ആരാധിപത്യം പറഞ്ഞാലും, അവകാശം എൻ്റെ കയ്യിലുള്ളിടത്തോളം, വാഗ്ദത്തം എൻ്റെ അകത്ത് തിളങ്ങി നിൽക്കുന്നിടത്തോളം, എൻ്റെ കണ്ണിന് മുമ്പിൽ സ്വർഗം എഴുത്ത് ഇരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു ഉറപ്പാ, അല്ലല്ല ഇന്നും എനിക്ക് പണ്ടത്തെ പോലെ ഓടുവാൻ ശക്തിയുണ്ടെന്ന്. ഹല്ലേലൂയ. അമേരിക്ക വന്നതുകൊണ്ടോ കാനഡ വന്നതുകൊണ്ടോ വാഗ്ദത്തം മങ്ങിയിട്ടില്ലെന്ന് ഉറപ്പുള്ളവർ അത്ര പിന്നകത്തുണ്ട്. You might have heard a promise of God 20 years back, 30 years back, when you were 5-year-old, when you were 10-year-old, maybe at your age of 30, you heard the audible voice of God. You have heard the promise of God. Still it's hanging before you. ഇന്ന് പകൽ ഞാൻ ദൂത് പറയുന്നു, ഈ വാഗ്ദത്തം നിന്റെ മുമ്പിൽ ഇന്നും ഹല്ലേലൂയ അതുണ്ട്. അത് താലോലിക്കുന്ന ദൈവമക്കളെ എനിക്ക് ആത്മാവിൽ ആവശ്യമുണ്ട്. എത്ര പേർ അതിന് സ്തോത്രം പറയും? എൻ്റെ വാഗ്ദത്തത്തിന്റെ തിളക്കം ഇന്നും മാറിപ്പോയിട്ടില്ല. എൻ്റെ വാഗ്ദത്തം ചെയ്തവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വാഗ്ദത്തത്തിന് ഒരു തിളക്കവും മങ്ങലും ഉണ്ടായിട്ടില്ല. കാലം എത്ര കഴിഞ്ഞാലും അതെനിക്ക് വളരെ ഉറപ്പാ. ദൈവമക്കളെ 100 വയസ്സായാലും ദൈവം പറഞ്ഞ കാര്യം കണ്ണുകൊണ്ട് കണ്ടിട്ടേ നിങ്ങൾ ഇവിടെ വിട്ട് കടന്നു പോകത്തുള്ളൂ. Before you will breathe your last breath, you will see what God has promised with your own eyes. നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ കാണും. ഇയ്യോബിനോട് ചേർന്ന് പറഞ്ഞാട്ട് അന്യനൊന്നും അല്ലെന്നേ. ഈ പറയുന്ന എലിഫാസും ബിൽദാദും സോഫാറും എലിഹു ഒന്നും അല്ല, സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും.
അല്ലല്ലേ, ഇത് പൊടിയാണെങ്കിൽ ഈ പൊടിയിൽ എൻ്റെ കർത്താവ് നിൽക്കുന്നത് ഞാൻ കാണും. എൻ്റെ പൊടിയാകുന്ന ശരീരത്തിൽ അവൻ എൻ്റെ പ്രകൃതി അറിയുന്നവനാ, ഞാൻ പൊടിയെന്ന് ഓർക്കുന്നവനാ. ഇന്ന് പുണ്ണുപിടിച്ച് ഓട്ട് കഷ്ണം കൊണ്ട് ചിരണ്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പൊടിയിൽ ഒരു ദിവസം സ്വർഗത്തിൻ്റെ പാദം ചവിട്ടുന്നത്, ദൈവത്തിൻ്റെ കരം തൊടുന്നത് ഞാൻ കാണുമെന്ന് ഉറച്ചു വിശ്വസിച്ച ഇയ്യോബിനെ പോലെ ചില ഭക്തന്മാർ വിളിച്ചു പറഞ്ഞാട്ട്, എൻ്റെ ശക്തി മങ്ങിയിട്ടില്ല, പ്രായം കഴിഞ്ഞു കാണും, പക്ഷെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു കാണും, എൻ്റെ ചെവിയുടെ കേൾവി കുറഞ്ഞു കാണും, എൻ്റെ ജോലി ഭാരം കൂടിക്കാണും, പക്ഷേ എൻ്റെ വാക്തത്വം പുതുക്കത്തോടെ ഇന്ന് പകൽക്കാലം എൻ്റെ അകത്തുണ്ട്. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ഇന്ന് പകൽക്കാലം ദൈവദാസന്മാരെ, ബി സ്ട്രോങ് ഇൻ ദ സ്പിരിറ്റ്. ഹല്ലേലൂയ. ആത്മാവിൽ ശക്തിപ്പെട്ടാട്ട്, കൃപയിൽ ശക്തിപ്പെട്ടാട്ട്, അഭിഷേകത്തിൽ ശക്തിപ്പെട്ടാട്ട് ദൈവസഭയുടെ വളർച്ചയ്ക്ക് നിങ്ങൾ കാരണമാകണം. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച പോലെ ഇന്ന് പകൽക്കാലം ശക്തിയെ പുതുക്കുന്നവരെ ദൈവസഭയ്ക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. 3, ദൈവസഭയ്ക്ക് ആവശ്യമുള്ളത് വേഴ്സ് 27, അതിൻ്റെ 27-ാം വാക്യം. ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും. 3-ാമത്തെ ആളെ നമുക്ക് ദൈവസഭ വേണം. വി നീഡ് പീപ്പിൾ ലൈക്ക് ബർന്നബാസ്. ബർന്നബാസ് എന്ന് പറഞ്ഞാൽ അല്ലിയ സൺ ഓഫ് എൻകറേജ്മെന്റ്. നിരുത്സാഹപ്പെടുത്തുന്നവരുടെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നന്നായിട്ടൊന്ന് പാടിയാൽ അതരം കൊണ്ട് പുറമേയൊക്കെ കാണിക്കും ചിരിച്ച്, പക്ഷെ ഉള്ളുകൊണ്ട് പറയാം അങ്ങോട്ട് ശരിയായില്ലെന്ന്. പ്രസംഗത്തിനും പ്രവചനത്തിനും ശുശ്രൂഷയ്ക്കും അധികാരത്തിനും ഒക്കെ മാർക്കിടുന്ന കാലഘട്ടം. ദൈവമക്കളെ, ആരെയും നശിപ്പിച്ചില്ലേലും ആരെയും അല്ലല്ല പുകഴ്ത്തിയില്ലെങ്കിലും ആരെയും നശിപ്പിക്കല്ലേ. നിങ്ങൾ കാരണം ആരും സഭയെ വന്നില്ലെങ്കിലും നിങ്ങൾ കാരണം ആരും സഭ വിട്ടുപോകാൻ ഇടയാകരുത്. ദൈവമക്കളെ, 1000 ആത്മാക്കളെ, നാട്ടിലെ പാസ്റ്റർമാരുടെ ജോലി, അമേരിക്കയിലെ പാസ്റ്റർമാരെ ഈ പറയും, നാട്ടിലെ പാസ്റ്റർമാരുടെ ജോലി എങ്ങനെയെങ്കിലും പുറത്തുനിന്ന് ആൾക്കാരെ സഭയിൽ കൊണ്ടുവരിക. അമേരിക്കയിലെ പാസ്റ്റർമാരുടെ ജോലി എങ്ങനെയെങ്കിലും ഇവർ ഇവിടുന്ന്, എൻ്റെ കൂട്ടത്തിലുണ്ടേ, ഞങ്ങൾക്കൊരു ബേബി സിറ്റർമാരുടെ ജോലി എങ്ങനെയെങ്കിലും വിശ്വാസത്തിൽ എന്ത് ചെയ്യുക. കാരണം പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്, സ്തോത്രവും പറയേണ്ട, സ്തോത്രകാഴ്ചയും വരേണ്ട, ആർക്ക് വേണേലും വരാം. ആര് എങ്ങനെ നടക്കുന്നവരെ സ്വീകരിക്കാൻ വേണ്ടി സഭകൾ ഇങ്ങനെ ആരേ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് വായും വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവമക്കളെ നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു ശുശ്രൂഷ, വി നീഡ് ടു ബിക്കം പീപ്പിൾ ഓഫ് എൻകറേജ്മെന്റ്. ശൗലിനെ കണ്ടപ്പോൾ ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം പുള്ളിയുടെ പഴയ സ്വഭാവം വെച്ച്, നമ്മുടെ ഈ പഴയ സ്വഭാവം വെച്ച് ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യുന്നത്, അളക്കുന്നത്. ആരായിരുന്നു ഒക്കെ രൂപാന്തരപ്പെട്ടതും മാനസാന്തരപ്പെട്ടതൊന്നും ആരും അറിഞ്ഞിട്ടില്ല, സമയമായില്ലല്ലോ. പക്ഷെ ദൈവമക്കൾ മാനസാന്തരപ്പെട്ട ആരറിയണം? 4 പേര് അറിയണം. ബീയിങ് എ വിറ്റ്നസ് ആൻഡ് ബി എ വിറ്റ്നസ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് തിങ്. സാക്ഷിയായി പോകുന്നതും സാക്ഷി ആകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്തോത്രമല്ലിയ. കർത്താവ് പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ലോകം മുഴുവൻ പോയി പ്രസംഗിക്കുന്നതിനപ്പുറത്ത് യു നീഡ് ടു ബി മൈ വിറ്റ്നസ്. നിങ്ങൾ ആരായിരിക്കണം? ജീവിക്കുന്ന സാക്ഷികളായി മാറണം. എവിടെങ്കിലും പോയി നിന്ന് കഴിഞ്ഞാൽ പൗലോസിനെ പോലെ ഇനി ജീവിക്കുന്നത് ഞാനല്ല, പിന്നെ ആരാ? ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. നാക്കെൻ്റെയാ, വാക്ക് ക്രിസ്തുവിൻ്റെ ആയി മാറണം. കണ്ണെൻ്റെയാ, കാഴ്ചപ്പാട് ക്രിസ്തുവിൻ്റെ ആയി മാറണം. കൈ എൻ്റെയാ, പ്രവൃത്തി ക്രിസ്തുവിൻ്റെ ആയി മാറണം. കാലെൻ്റെയാ, നടപ്പ് ക്രിസ്തുവിൻ്റെ ആയി മാറണം. അതാ ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ദൈവമക്കളെ കാണണം. എവിടെങ്കിലും പോയി നിന്നാൽ വി നീഡ് ടു ബി എ സെപ്പറേറ്റഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. പെന്തിക്കോസ്തിൻ്റെ തനിമ എന്ന് പറയുന്നത് വേർപാടാ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കണ്ടാൽ അറിയണം ആരാന്ന്, വേർപെട്ടവരാന്നറിയണം. ഹല്ലേലൂയ. സഭാഹോളിനകത്തിരിക്കുമ്പോൾ വേർപെട്ടവരാ, പുറത്തിറങ്ങിക്കഴിയുമ്പോൾ ഹല്ലേലൂയ നാം ഹല്ലേലൂയ സ്വഭാവം മാറല്ലേ. വി നീഡ് ടു കീപ് ദ ഐഡന്റിറ്റി ഓഫ് പെന്തിക്കോസ്റ്റലിസം ടിൽ ദ ലാസ്റ്റ് മൊമെന്റ് ഓഫ് അവർ ലൈഫ്. കുഞ്ഞുങ്ങളെ, you need to be hallelujah, understand the significance of the power of the word of God and the root of the Pentecostalism. We need to be a people of group and having the divine nature of Jesus Christ. ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശികളായി മാറി വേണം. ഹല്ലേലൂയ. As the way we are walking in the church, we need to walk outside the church. ദൈവസഭയ്ക്കകത്തും ദൈവസഭയ്ക്ക് പുറത്തും ഒരുപോലെ നടക്കുന്നവരെയാ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യം. ആത്മീയ അഭിനയിക്കുന്നവരെ അല്ല, ആത്മീയത്തിൽ ജീവിക്കുന്നവരെയാ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യം. ബർന്നബാസ് പ്രബോധനപുത്രനായിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് എൻകറേജ്മെന്റ്. ശൗലിനെ എല്ലാവരും മാറ്റി നിർത്തുമ്പോൾ അവനെ കൈക്ക് പിടിച്ചു കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ മുമ്പാകെ പരിചയപ്പെടുത്തുന്ന ബർന്നബാസ്. അവൻ്റെ പേര് തന്നെ അതാണ്, സൺ ഓഫ് എൻകറേജ്മെന്റ്. സ്തോത്രമല്ലിയ. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 37 വരെ വായിക്കുമ്പോൾ യോസഫ് എന്ന ലേവ്യനായിരുന്നു ഈ ബർന്നബാസ്. അപ്പോസ്തലന്മാരാണ് ഇവനെ പ്രബോധന പുത്രനെന്ന് പേര് വിളിച്ചത്. അവനെ ഹല്ലേലൂയ അവനുണ്ടായിരുന്ന പണം മുഴുവൻ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്ക വെച്ചവനാണ്. സ്തോത്രം.
ആ ബർന്നബാസ്, ഇനി അവനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. അല്ലല്ലേ അന്ത്യോക്യയിലെ സഭയിലെ ദൂതുകൾ പറയുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ബർന്നബാസ് എന്ന നല്ല മനുഷ്യൻ ആത്മാവും സാക്ഷ്യമുള്ളവനായിരുന്നു. നല്ല സാക്ഷ്യമുള്ള ഒരു സഭയിലുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് വലിയ ഉണർവ് മീറ്റിംഗ് ഒന്നും നടത്തണ്ട, ആൾക്കാർ തനിയേ വന്നു കയറും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവസഭ വളരണമോ, ദൈവദാസന്മാരും ദൈവമക്കളും നല്ല സാക്ഷ്യം പ്രാപിക്കണം. 3 സാക്ഷികളാണ് നമുക്ക് വേണ്ടത്. ഇന്നലെ ഞാൻ ഓർപ്പിച്ചു അല്ലേ? ഒന്നുകൂടെ പറയുക. 1, ദൈവത്താൽ നമുക്ക് സാക്ഷ്യം കിട്ടണം. 2, നമ്മുടെ മനസാക്ഷി നമ്മളോട് സാക്ഷ്യം. ഇവിടെ നിന്നുകൊണ്ടൊക്കെ ഞാൻ വലിയ പ്രസംഗമൊക്കെ പ്രസംഗിക്കും, പക്ഷെ മനസാക്ഷി പറയും വെറും പോക്ക് കേസാന്ന് പറഞ്ഞാലോ, തീർന്നില്ലേ? പിന്നെ മനുഷ്യരാൽ എന്ത് ചെയ്യണം? നല്ല സാക്ഷ്യം പ്രാപിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞാൻ ആരാധിക്കുന്നതിന്, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. റോമർ 1, 9, 10 വാക്യങ്ങൾ. സ്തോത്രം. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 5, 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞങ്ങൾ ദ്രവ്യാഗ്രഹത്തിനും മുഖസ്തുതിയും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങളുടെ ദൈവം സാക്ഷി. കാശിന് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്, പ്രസംഗിക്കുന്നത്, ശുശ്രൂഷ എന്നതിന് ആര് സാക്ഷി? അതൊക്കെ പറഞ്ഞാട്ട് ദൈവം സാക്ഷി. വീണ്ടും പറയുന്നു, ഞങ്ങൾ എത്ര പവിത്രതയോടും നീതിയോടും അനന്യമായി നടന്നുവെന്നതിന് ദൈവം സാക്ഷി. നിങ്ങൾ തരുന്ന ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റ് അല്ല എനിക്ക് വേണ്ടത്. എൻ്റെ ദൈവം എന്നെ നോക്കി പറയണം, കുഞ്ഞ് നിന്റെ ജീവിതം നന്നായിരുന്നുവെന്ന്. ഇന്ന് പകൽക്കാലമല്ലേ സ്വർഗം കൈപിടിച്ച് സമ്മതിക്കാത്ത ഒരു സമ്മതപത്രവും സ്വർഗത്തിൽ വില പോകത്തില്ലെന്ന്. ഹല്ലേലൂയ. മനുഷ്യരാലും നല്ല സാക്ഷ്യം പ്രാപിക്കണം. നല്ല സാക്ഷികളാണെന്ന് ആര് പറയണം? എന്നെക്കുറിച്ച് എൻ്റെ ഭാര്യ സാക്ഷ്യം പറഞ്ഞില്ലേ, പിന്നെ എന്താ ഗുണം? നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഭർത്താവിന് നല്ല സാക്ഷ്യമില്ലെങ്കിൽ ലോകം മുഴുവൻ എന്നെക്കുറിച്ച് നല്ല സാക്ഷ്യമാണ്. But when I go back home, my children and my wife is not able to give a testimony that our husband or our dad is not a right person എന്ന് പറഞ്ഞാലോ, കുടുംബത്തിൽ നല്ല സാക്ഷ്യം പ്രാപിക്കണം. അതിനുവേണ്ടി ദൈവം മക്കൾ ഈ ആത്മീയ ജീവിതം തരുന്നത്. എനിക്കിങ്ങനെ പ്രസംഗിക്കാൻ അറിയത്തുള്ളൂ കേട്ടോ. ഇന്ന് രാവിലെ നല്ല സാക്ഷികളാണ്. ബർന്നബാസിനെ കുറിച്ച് പറയുന്നു, ഹി വാസ് എ മാൻ വിത്ത് എ ഗുഡ് ടെസ്റ്റിമണി, ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റിമണി. നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു. അവരൊരുത്തനൊക്കെ നിന്ന് കഴിഞ്ഞാൽ സഭയിൽ ആൾ കൂടി വന്ന് അങ്ങ് 2019 ഈ മെയ് മാസം 12-ാം തീയതി തൊട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ, എനിക്ക് ഒത്തിരി പ്രസംഗിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും, ഒത്തിരി പാടാനൊന്നും പറ്റിയില്ലെങ്കിലും, മിഷൻ ട്രിപ്പിന് വേണ്ടി ലോകം മുഴുവൻ പോകാൻ പറ്റിയില്ലെങ്കിലും എന്നെ ഒരു നല്ല സാക്ഷിയാക്കി, ജീവനുള്ള സാക്ഷിയായി എന്നെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കൂ. ദൈവസഭ 2019 വളരുമാറാകട്ടെ. നല്ല സഭകൾ അവിടെ ഉടലെടുക്കും. സ്തോത്രം. നല്ല സാക്ഷികൾ. 4-മത് നമുക്ക് വേണ്ടത് 32-ാം വാക്യം, ചാപ്റ്റർ 9 വേഴ്സ് 32. 9-ന്റെ 32-ാം വാക്യം. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കയിൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. സഞ്ചരിച്ച് ശുശ്രൂഷിക്കുന്ന പത്രോസുമാരെ വേണം. ഒരു സ്ഥലത്തങ്ങ് ഉറപ്പിച്ച് കുറ്റിയടിച്ച് ഉറപ്പിച്ച് സിംഹാസനം ഉറപ്പിക്കുന്നവരെ അല്ല ദൈവസഭയ്ക്ക് വേണ്ടത്. വേറെ എൻ്റെ കൂട്ടത്തിലുണ്ടേ. Peter was a traveling evangelist, the most famous apostle on those days, but he was delighted to move around. സഞ്ചരിക്കുന്ന സുവിശേഷകന്മാരെ ദൈവസഭയ്ക്ക് വേണമെന്ന്. ഈ കാലഘട്ടത്തിൽ സഞ്ചരിക്കുന്ന സുവിശേഷകന്മാരെ വേണം. അതിൻ്റെ അർത്ഥം ജോലിയും കളഞ്ഞിട്ട് പോകുന്ന കാര്യമല്ല. ഒരു സ്പിരിറ്റ് ഓഫ് ഇവാഞ്ചലിസം, അകത്ത് സുവിശേഷ ആത്മാവ് വേണം. എന്തേ ദേശത്ത് സഭകൾ വളർന്നത്? കേരളത്തിൻ്റെ മണ്ണിൽ പിറന്ന ദൈവമക്കളുടെ ദൈവദാസന്മാരുടെ ഹൃദയത്തിനകത്ത് ഒരു ആഴമേറിയ താല്പര്യം. കേരളത്തിൻ്റെ അതിരുവിട്ട് വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അങ്ങേപ്പുറത്തല്ലേ മലപ്പുറത്തിൻ്റെ ഹല്ലേലൂയ അങ്ങേപ്പുറം വിട്ടിട്ട് തമിഴ്നാടിൻ്റെ അതിർത്തികളിലേക്ക് കർണാടകയിലേക്ക് പോകുവാൻ എന്തേ അവരെ പ്രേരിപ്പിച്ചത്? ഉത്തരേന്ത്യയുടെ ഊഷര ഭൂമിയിലേക്ക് പോകുവാൻ എന്തേ അവരെ പ്രേരിപ്പിച്ചത്? നശിച്ചു പോകുന്ന ഈ ആത്മാക്കളെ കുറിച്ച് അകത്തൊരു ദർശനം വന്നപ്പോൾ അവർ പദവി നോക്കിയില്ല, പണം നോക്കിയില്ല, സ്ഥാനം നോക്കിയില്ല, അവർ ജീവിത സുഖ സൗകര്യങ്ങൾ നോക്കിയില്ല, അവർ നാട് വിട്ട് കടന്നുപോയി. ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളിൽ പുതുതായിട്ട് വന്നവർ വിഷമിക്കേണ്ട. 2-3 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ സാഹചര്യമൊക്കെ മാറും കേട്ടോ. ഞാനും ഈ അമേരിക്കയിൽ 16 വർഷം വന്നപ്പോൾ എന്നു തീരും എൻ്റെ ദുഃഖം ഇന്നി മണ്ണിലേ എന്നൊക്കെ പാടിയ ദിവസങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. കാരണം കർത്താവേ മടങ്ങിപ്പോയാൽ മതി സ്വർഗത്തിലോട്ടല്ല നാട്ടിലേക്ക്. കാരണം വെൽ സെറ്റിൽഡായിരുന്നു ബാംഗ്ലൂരിൽ, ഒന്നിനും ഒരു കുറവില്ലാത്ത സമയത്താണ് അമേരിക്കയിലേക്ക് വന്നത്. ഇച്ചിരി പ്രസംഗിക്കാൻ അറിയാവുന്ന ഒറ്റ സഭയിലും കേട്ടത്തില്ലായിരുന്നു. പാസ്റ്റർമാർക്കെല്ലാം പേടിയാണ്. കാരണം നാളെ എന്ത് ചെയ്യും? നിങ്ങളുടെ കുഴപ്പമില്ല, എൻ്റെയും കുഴപ്പം, നിങ്ങളുടെ എല്ലാം കുഴപ്പമാണ്. കാരണം അങ്ങനെയൊക്കെ പേടിയുണ്ട്. ഭാര്യ നേഴ്സായിരുന്നുകൊണ്ട് എല്ലാവർക്കും വേണം, താനും കാശൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നെ വേണ്ട, ആരെ വേണം? ഭാര്യ വേണം. എന്തോ ചെയ്യാനെന്ന് പറ. അങ്ങനെയൊക്കെ ഒരു കാലമുണ്ട്. ദൈവമേ മടങ്ങിപ്പോകണമെന്നൊക്കെ, ഒരു പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരണമെന്നൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച മാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും ഒരു സമയമുണ്ട്.
God has a perfect time. He won't be early. He won't be late. The right time. He will bring everything into pass. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന അങ്ങനെ ഒരു ദൂത് പറയട്ടെ. ഈ പട്ടണത്തിൽ നിങ്ങൾ പുതിയതായിരിക്കും, 1-2 മാസം 1-2 വർഷമാകട്ടെ, പക്ഷെ കാലത്തിൻ്റെ പഴക്കത്തിൽ ദൈവമാണ് നിങ്ങളെ ഈ നാട്ടിൽ കൊണ്ടുവന്നെങ്കിൽ അവൻ നട്ടതിനെ അവൻ വളർത്തുമാറാക്കും. അവൻ അതിന് വെള്ളമൊഴിക്കും, അതിന് ശിഖരം വെക്കും, അതിന് കൊമ്പുകൾ ഉണ്ടാകും, അതിൽ ഇലവുണ്ടാകും, അതിൽ ഫലമുണ്ടാകും. മാത്രമല്ല അനേക പക്ഷികൾ വന്ന് കൂടുപാർക്കത്തക്കവണ്ണം ആരോടൊക്കെ പരിശുദ്ധാത്മാവിൽ ദൂത് പറയുന്നു, ഈ മണ്ണിൽ ഉറയ്ക്കുവാൻ എനിക്ക് കഴിയത്തില്ല, എൻ്റെ വിദ്യാഭ്യാസത്തിന്, എൻ്റെ കഴിവിന്, എൻ്റെ പ്രൊഫഷൻ അതിന് സാധ്യതയില്ല എന്നാരെങ്കിലും നിലവിളിച്ചുകൊണ്ട് ഈ സഭായോഗത്തിൽ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങളോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, നിങ്ങളുടെ കൊമ്പിലും മഞ്ഞുരാവാർക്കും. ഇയ്യോബിന്റെ ഭാഷയിൽ പറയുന്നു, ഇയ്യോബിന്റെ പുസ്തകം 29:19 വാക്യം എഴുതിയിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ വേര് വെള്ളങ്ങളോളം എത്തുന്നു, എൻ്റെ കൊമ്പുകളിൽ മഞ്ഞുരാവാർക്കുന്നു, എൻ്റെ കയ്യിൽ എൻ്റെ വില്ല് പുതുകി വരുന്നു. മഞ്ഞും മഴയും ഒരുപോലെ ഈ മരത്തിലും പെയ്യുമെന്ന്. കാരണം ആരും അറിയാത്തൊരു വേര് നിനക്കുണ്ട്. ആരൊക്കെ വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. അതിനെ കുറ്റിയോട് ചേർത്ത് വെട്ടിയാലും ഒരു മഴയുടെ ഗന്ധമടിച്ചാൽ അത് വീണ്ടും പൊട്ടിക്കുളയ്ക്കും. ആരൊക്കെ നിന്നെ ഉണക്കിയാലും, ആരൊക്കെ നിന്നെ കരിച്ചാലും, ആരൊക്കെ നിന്റെ ഭാവിക്ക് വിരോധമായി എഴുതി പദ്ധതി ഒരുക്കിയാലും, ഒരു മഴയുടെ ഗന്ധമടിച്ചാൽ, ഒരു പാട്ടിന്റെ മണം കേട്ടാൽ, ഒരു സ്തോത്രം കേട്ടാൽ, ഒരു അന്യഭാഷ കേട്ടാൽ, ഒരു ദൂത് കേട്ടാൽ, ഒരു വാക്തത്വം കേട്ടാൽ വീണ്ടും പൊട്ടിക്കിളിക്കുന്ന വൃക്ഷങ്ങളാക്കി ദൈവം നിങ്ങളെ മാറ്റിമറിക്കുന്ന ദിവസങ്ങൾ തൊട്ടു മുമ്പിലുണ്ട്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് കർത്താവിൽ സ്തോത്രം ചെയ്യാം? ഞാൻ വീണ്ടും കിളിക്കും, ഞാൻ വീണ്ടും കിളിക്കും, ഞാൻ വീണ്ടും വളരും, ഞാൻ വീണ്ടും പടരും, ഞാൻ വീണ്ടും പ്രയോജനപ്പെടും. ആത്മാവിൽ എത്ര പേര് കർത്താവിനെ സ്തുതിക്കും? ഒരു വൃക്ഷമായാൽ പ്രത്യാശയുള്ളതുപോലെ ദൈവദാസ നിനക്ക് പ്രത്യാശയുണ്ട്, കുഞ്ഞെ നിനക്ക് പ്രത്യാശയുണ്ട്. നിന്റെ ഭാവി തീരുമാനിച്ച ദൈവത്തെ നിനക്കറിയാമെങ്കിൽ, നിന്നെ വിളിച്ച ദൈവത്തെ നിനക്കറിയാമെങ്കിൽ, നിന്റെ ഭാവി അറിയുന്നവനെ നിനക്കറിയാമെങ്കിൽ, നിന്റെ ഭാവി ഓർത്ത് നീ ഭാരപ്പെടേണ്ട. ആസാഫിനോട് ചേർന്ന് ആത്മാവിൽ വിളിച്ചു പറഞ്ഞാട്ട്, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ വഴി നടത്തും. അതെ, ഇന്ന് പകൽക്കാലം ചിലരുടെ വലങ്കയിൽ പിടിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, ചില കുടുംബത്തിന്റെ വലങ്കയിൽ, ചില കുഞ്ഞിന്റെ വലങ്കയിൽ, ചില ദൈവമക്കളുടെ ദൈവദാസന്മാരുടെ വലങ്കയിൽ ഒരു അദൃശ്യമായ ദൈവത്തിന്റെ കാര്യം ഇന്ന് പകൽക്കാലം പിടിച്ചിട്ട് പറയുന്നു, ഞാൻ നിന്നെ വഴി നടത്തും, എൻ്റെ ആലോചനയാൽ ഞാൻ നിന്നെ നടത്തും. തീരത്തില്ല. പിന്നത്തേതിൽ ഇവിടം കൊണ്ട് കഴിയാത്ത, മരണത്താൽ മറയാത്ത ഒരു മകൾ സ്നേഹ ബന്ധത്തിനായി അക്കരെ നാടോളം നിന്നെ ചുമക്കാമെന്ന് പറഞ്ഞ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇവിടെ നദി പോലെ ഒഴുകുന്നുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. സഞ്ചരിച്ച് സുവിശേഷിക്കുന്ന പത്രോസ്മാർ, മേക്ക് എ കമ്മിറ്റ്മെന്റ് ദിസ് മോർണിംഗ്. As a region, as individuals, as churches, as families, this year we are going to travel across the nation, travel around our cities and counties to proclaim the high praise of the Lord. ഈ വർഷക്കാലം കർത്താവിൻ്റെ വചനം പറയുന്ന വർഷമായി മാറണം. ഒരാളോടെങ്കിലും യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയണം. സഞ്ചരിച്ച് ശുശ്രൂഷിക്കുന്ന പത്രോസുമാരെ ഈ കാലഘട്ടത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. സഭയുടെ 4 അതിരുകൾക്കകത്ത് ഒതുങ്ങിയിരിക്കാതെ, ജോലിയും വീടും മാത്രം ഒതുങ്ങിയിരിക്കാതെ, സ്കൂൾ ആൻഡ് കോളേജസ് നെവർ ബി സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി ആൻഡ് കണ്ടന്റ് വിത്ത് വാട്ട് യു ആർ നൗ. യു നീഡ് ടു സ്റ്റെപ്പ് ഔട്ട് ആൻഡ് പ്രൊക്ലെയിം ദ പവർ ഓഫ് ദ ലോർഡ്. ദൈവവചനത്തെക്കുറിച്ച്, ദൈവശക്തിയെക്കുറിച്ച് നിങ്ങൾ വാതോരാതെ പറയേണ്ട കാലഘട്ടമാണ്. സഞ്ചരിക്കണമെന്നേ. യെരുശലേമിലെ കംഫോർട്ട് സോൺ വിട്ടിട്ട് പത്രോസിന് യോപ്പയിൽ വരാമെങ്കിൽ, ലുദ്ദയിൽ പോകാമെങ്കിൽ, ലിസ്രയിൽ പോകാമെങ്കിൽ, ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഈ കാനഡയിലെ പ്രൊവിൻസസ് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം തീരുമാനിക്കാം. നിങ്ങളുടെ ഇന്ത്യയിലെ ഒരു ഗ്രാമങ്ങളോ ഒരു സ്റ്റേറ്റിലോ ഒക്കെ പോകാൻ തീരുമാനം എടുത്താട്ട് ദൈവസഭ വളരട്ടെ. നിങ്ങളുടെ എല്ലാ ധനം കൊണ്ടും, ഹല്ലേലൂയ, നല്ല വീട്, നല്ല കാറ്, നല്ല ഭൗതിക നന്മകൾക്കൊക്കെയായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. At the same time, make a commitment. We need to support the missions. ദൈവസഭകളെ, ശുശ്രൂഷകളെ സഹായിപ്പാൻ തീരുമാനമെടുത്താട്ട്. ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയാ ദൈവങ്ങളെ നാടും വീടും വിട്ടിവിടെ കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. ഏകദേശം 10 മില്യൺ ആൾക്കാരാണ് ആസ് ഇമിഗ്രൻസ് ഇൻ USA. ഈ വലിയ രാജ്യത്ത് ഇത്രയും പേരെ ഉള്ളു ഇമിഗ്രൻസ് ആയിട്ട്. അതിലൊന്നും ഞാനാണെന്ന് ഓർത്ത് ഞാൻ എപ്പോഴും ദൈവത്തിന് നന്ദി പറയും. കാനഡയിലെ കണക്ക് നിങ്ങളെടുത്തോ, അതിലൊന്നും നിങ്ങളായി തീർന്നത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ക്ഷാമം മാറ്റുവാൻ മുൻഗാമിയായി യോസഫിനെ കെട്ടപ്പെട്ടവനാണെങ്കിലും, പ്രൈസ്, രാജാവിൻ്റെ കുതിരപ്പുറത്തല്ല യോസഫ് മിസ്രൈമിൽ പോയത്. നഗ്നപാതനായി വസ്ത്രം വലിച്ചെറിക്കപ്പെട്ട് കയ്യിൽ ഊണും തട്ടിയെടുത്തിട്ട് ചങ്ങല കൊണ്ട് കെട്ടി ബന്ധനസ്ഥനായി വലിച്ചു കൊണ്ടുപോയതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ജോലിയില്ലാത്തവനായി, ജോലിയില്ലാത്തവളായി നീ നാട്ടിൽ നിൽക്കുന്നുവെങ്കിലും അതിൻ്റെ പിന്നിലും വ്യാപരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്.
ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകുന്നൊരു ദിവസമുണ്ട്. അന്ന് നിന്റെ കാലിലെ കെട്ടഴിയും, അന്ന് നിന്റെ കയ്യിലെ ചങ്ങലയഴിയും, അന്ന് നിന്റെ നിന്ന മാറും, നിന്റെ കാരാഗ്രഹവാസം മാറും, നിന്റെ മേലുള്ള ഹല്ലേലൂയ രേഖ തിരുത്തി എഴുതും. നിന്നെ ഇരുത്തുവാൻ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുന്നുണ്ട്. നീയും നാളെ വിളിച്ചു പറയും, ഹല്ലേലൂയ, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ എനിക്ക് ഗുണമാക്കി തീർത്തുവെന്ന് സാക്ഷ്യം പറയുന്ന ഒരു കൂട്ടരെ ഈ കാലഘട്ടത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. ഹല്ലേലൂയ. അതെ, സഞ്ചരിച്ച് മേക്ക് എ കമ്മിറ്റ്മെൻറ്റ്. ഈ വർഷക്കാലം കർത്താവിൻ്റെ വേലയ്ക്ക് ഞാൻ ചുമല് കൊടുക്കുമെന്ന് ഒരു തീരുമാനം എടുത്താട്ടെ. Not only I be a member of the church of God, just clapping hands, singing and dancing, jumping, hopping and going back as the way I came. No, I want to become a partner and partnership with the ministry of God. ദൈവ വേലയുടെ ഒരു ഭാഗം ഞാനായി മാറും. തീരുമാനം എടുത്താട്ടെന്നേ. ജോലിക്ക് പോകുമ്പോൾ 10 ട്രാക്റ്റ് കൊണ്ട് പോയാട്ട് വചനം പ്രസംഗിക്ക്. ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തും. ഇനി നമുക്ക് വേണ്ടത് 36 വാക്യമാണ്. ചാപ്റ്റർ 9 verse 36. 36 വാക്യം 41 വരെയുള്ള വാക്യങ്ങളാണ്. 36 വാക്യം മാത്രം വായിച്ചു. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്നു പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അറിയാം എല്ലാവർക്കും തബീതയുടെ ഡോർക്കസിന്റെ കഥ അറിയാത്തവരാരുമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു സൂചിയും നൂലും മതി ശുശ്രൂഷ ചെയ്യാൻ. വിത്ത് മീ. കർത്താവ് എന്നെ ഒരു മില്യണർ ആക്കണമേ. എന്തിനാ? കോട്ടയത്ത് എനിക്കൊരു 5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ കൺവെൻഷൻ ഉള്ള വീടിൻ്റെ മുറ്റത്ത് നടത്തത്തില്ല. എന്തിനാ ഇങ്ങനെ വലിയ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്നത്? ഉള്ള സൗകര്യം കൊണ്ട് വേണം ദൈവവേല ചെയ്യാൻ. Praise God. Don't wait for any sponsors to come and make some mega crusade. No, what you have, with that you can do the ministry of God. നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാം. ഒരു മുറി അട മതി നിനക്ക് മിനിസ്ട്രി തുടങ്ങാൻ വേണ്ടി. സാരേഫാത്ത വിധവയുടെ വീട്ടിൽ വാതുക്ക നിന്ന് ഹല്ലേലൂയ ബംഗ്ലാദേശിൽ നിന്ന് വന്ന് അഭയാർത്ഥിയെ പോലെ കൈ നീട്ടി നിൽക്കുന്ന ഏലിയാവ്. പുള്ളിക്കാരൻ ആകെ ചോദിച്ചത് എത്രയേ ഉള്ളൂ? ഒരു ഗ്ലാസ് പച്ചവെള്ളം ചോദിച്ചപ്പോഴല്ലേ വീട്ടിലുണ്ട്. പക്ഷെ ഒരു മുറി അട ചോദിച്ചപ്പോൾ കൊടുക്കാനില്ല. പക്ഷെ മിനിസ്ട്രി തുടങ്ങാൻ വേണ്ടി അത് മതിയെന്നേ. നിൻ്റെ കലത്തിലെ എണ്ണ വർദ്ധിക്കുവാൻ, തുരുത്തിയിലെ മാവ് വർദ്ധിപ്പിക്കുവാൻ ഒക്കെ ദൈവത്തിന് റീസോഴ്സ് എന്ന് പറയുന്നത് ഹല്ലേലൂയ നിൻ്റെ കയ്യിലുള്ള എളിമയുള്ള കാര്യങ്ങളാണ്. ഇന്ന് പകൽക്കാലം ഒരു സൂചി നൂല് ഉള്ളായിരുന്നു ആരുടെ കയ്യിൽ? ടബീത. ഷി ഹാഡ് ഓൺലി നീഡിൽ ആൻഡ് എ ലിറ്റിൽ ത്രെഡ്സ്. ഇന്നത്തെ പോലെ സ്വിങ് മെഷീനൊന്നും ഇല്ലല്ലോ, ഓട്ടോമാറ്റിക് മെഷീനൊന്നും ഇല്ലല്ലോ. വിധവമാർക്കെല്ലാം വസ്ത്രം തയ്ച്ചു കൊടുക്കുന്ന ജോലി. നിങ്ങളുടെ ഇല്ലായ്മ കൊണ്ട് നിങ്ങൾക്ക് ദൈവവേലയെ സപ്പോർട്ട് ചെയ്യാം. ഒരു സൂചി നൂലും കൊണ്ട് മിനിസ്ട്രി ചെയ്യുന്നവരെ ദൈവസഭയ്ക്ക് ആവശ്യമുണ്ട്. The church need to come up and do the charity work to bring people to the kingdom of God. ദൈവസഭ ഹല്ലേലൂയ സഹായത്തിനുള്ള വരം പ്രാപിച്ചവർ. നല്ല വീടിനായി സ്തോത്രം. വീടോട് വീടും വയലോട് വീടും കൂട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയത്തില്ല. മറന്നു പോകല്ലേ. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ യെരൂശലേമിൽ ചെന്ന് എന്താ കാണാൻ വേണ്ടിയാ? ഞങ്ങളുടെ പ്രസിഡന്റിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പോയത്. അവിടെ ചെന്നപ്പോൾ അല്ലേ പത്രോസിനെ ഒന്ന് കണ്ടു. പിന്നെ ആരെയും കണ്ടു? യാക്കോബിനെയും കണ്ടു. 15 ദിവസം അവിടെ താമസിക്കാനേ അവസരം ഉണ്ടായിട്ടുള്ളൂ. ശുശ്രൂഷയ്ക്കൊക്കെ ഒത്തിരി ഉറപ്പൊക്കെ തന്നു. പോകാൻ നേരം കൈ പിടിച്ച് കുലുക്കിയിട്ട് പത്രോസ് പറഞ്ഞു, ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ദരിദ്രരെ എന്ത് ചെയ്യരുത്, മറന്നു പോകല്ലേ. ദാറ്റ് വാസ് ദ മിനിസ്ട്രി ഓഫ് ദ ഫസ്റ്റ് സെഞ്ചുറി ചർച്ച്. അവർ മറക്കാതെ ചെയ്ത ഒരു ശുശ്രൂഷയായിരുന്നു നെവർ ഫോർഗെറ്റ് ദ പുവർ. ദരിദ്രരെ എന്ത് ചെയ്യല്ലേ. IPC കാനഡ റീജിയൻ ചില പ്രോജക്റ്റ് ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. കെട്ടിടം പണിയുന്ന കാര്യം മാത്രമല്ല ഈ പറഞ്ഞു വരുന്നത്. ദൈവസഭ ഏറ്റെടുക്കണം, ദരിദ്രരെ സപ്പോർട്ട് ചെയ്യണം. ദൈവസഭ വളരണമെങ്കിൽ we need to stand out and stand together to bring people and support them. ചില കുടുംബങ്ങളെ ദത്തെടുത്തിട്ട് ഒരു കുഞ്ഞിനെയെങ്കിലും പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് എന്തിനേറെ പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ എത്രയോ പേരുണ്ട് സഹായിക്കാൻ അർഹതയുള്ളവർ, അവരെ സഹായിച്ചാട്ടെ. നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ മറന്നു പോകരുത് ഈ ആഹാരമില്ലാത്തവരെ. പഴയ കാലത്ത് മേശയുടെ മുമ്പിൽ ആഹാരം വിളമ്പി വെക്കുമ്പോൾ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥന. പോട്ടെ പിന്നെ പാസ്റ്റേജിലാണ് വളർന്നത്. മുറി ഉള്ളതും മുറി ഇല്ലാത്തതുമായ പാസ്റ്റേജിലൊക്കെ ആയിരുന്നു. മധുവായിക്കാത്ത ഉറങ്ങിയ ആളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ പാസ്റ്റേജ് ഇല്ലാത്തതുകൊണ്ട് ചർച്ചിനകത്താണ് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. കൂട്ടുകാരൊക്കെ ഒരു പറയുമ്പോൾ മധുവായിക്കാത്ത കിടന്ന് ഉറങ്ങുന്നതെന്ന്. അങ്ങനെയുള്ള പാസ്റ്റേജിലൊക്കെ ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. പക്ഷേ ഇന്നൊരു പ്രാർത്ഥനയുണ്ട്, അത് കർത്താവേ ലഭിച്ച ആഹാരത്തിനായി സ്തോത്രം. ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കണമേ. അന്ന് കൊടുക്കാൻ ഇല്ലാതിരുന്ന കൊണ്ട് നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചു. ഇന്ന് കൊടുക്കാനുള്ളപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വിലയൊന്നുമില്ല കേട്ടോ. കർത്താവേ ഇന്ന് രാവിലെ ഓരോരുത്തരോടും ഞാൻ ദൂത് പറയുന്നു, നിങ്ങളുടെ കൈകളെ ദൈവം ബലപ്പെടുത്തട്ടെ. സഹായത്തിൻ്റെ വരമുള്ളവർ ഇതിനകത്തുണ്ട്. നിങ്ങളുടെ കരങ്ങൾ കർത്താവേ സ്ട്രെങ്തൻ മൈ ഹാൻഡ്. എത്ര പേരങ്ങനെ പ്രാർത്ഥിക്കും? സഭാവളി വരുമ്പം ചിലരുടെ വലങ്കൈയൊക്കെ വരണ്ടിരിക്കുക. യേശു പള്ളി വന്നപ്പോൾ ഒരുത്തിൻ്റെ വലങ്കൈ സ്വത്രാഴ്ച പാത്രം വരുമ്പോൾ, ഇവിടെ സ്വത്രാഴ്ച പറഞ്ഞു വലങ്കൈ എങ്ങനെ ഇരിക്കുക? വരണ്ടിരിക്കുക. പള്ളിക്കകത്ത് ഭൂതമുണ്ട്, പേടിക്കണ്ട കേട്ടോ. എന്തൊക്കെ സഭയെ ഭൂതമുണ്ട്. എത്ര പേരുണ്ട് കൂട്ടത്തിൽ? യേശു ഒരിക്കൽ പള്ളി ചെന്നപ്പോൾ അതിനകത്തിരിക്കുന്ന ഒരു ഭൂതം.
പരീക്ഷന്മാർ എത്രയോ പ്രസംഗിച്ചതാ. ഭൂതം ഓരോ ദിവസം കൃപയിൽ ബലപ്പെട്ട് വന്നുകൊണ്ടിരിക്കുക അല്ലേ. ഇന്ന് 2 തെറി വിളിക്കും, നാളെ 3 വിളിക്കും, കാരണം ബലപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് 2 അടിയടിക്കും, നാളെ വഴക്ക് പിന്നെ ഉണ്ടാക്കും. പക്ഷേ യേശു പ്രസംഗിച്ചപ്പോൾ ഭൂതം ഇളകി. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചാൽ ഇന്നും നമ്മുടെ മേത്തുള്ളതല്ലേ ഇളകും. എല്ലാവരും എൻ്റെ കൂട്ടത്തിലുണ്ടേ. പോകുവാണ് 2 അങ്ങ് പോട്ടെ നീന്ന് പകൽ. അഴിഞ്ഞു മാറി പോകട്ടെന്നേ. പള്ളിക്കകത്ത് മറഞ്ഞിരിക്കുന്ന അശുദ്ധാത്മാക്കൾ ആത്മീയ ശുശ്രൂഷയുടെ മുമ്പാകെ ഇന്നും പുറത്തു പോകും. പള്ളിയിൽ വരണ്ട കൈയുള്ളവരുണ്ട്. പള്ളിയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത കൂനിയായ സ്ത്രീകളുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവസഭയുടെ ശുശ്രൂഷ നിവരേണ്ടതിനെ നിവർത്തുക. ദൈവമക്കളുടെ കുറുകിപ്പോയ കരങ്ങൾ അല്ലെങ്കിൽ നിവരട്ടെ. സഭ വളരുന്നത് അങ്ങനെയാ. We need to stretch our hands towards the poor and needy. ആവശ്യത്തിലിരിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ കരം നീളണം. അതിനാ ദൈവം നമ്മളെ വിശ്വസ്തരായി ഏൽപ്പിച്ചിരിക്കുന്നത്. ബി ഫെയ്ത്ത്ഫുൾ ഇൻ വാട്ട് ഹാസ് എൻട്രസ്റ്റഡ് അപ്പോൺ യു. തന്ന കാര്യത്തിൽ വിശ്വസ്തരായിരിക്കണം. ആൻഡ് ഫൈനലി നമുക്ക് ആരാ വേണ്ടത് ദൈവസഭയ്ക്കകത്ത്? അതിൻ്റെ അവസാനത്തെ വാക്യം വേഴ്സ് 43. We need the people that can dwell together and grow in unity for Christ. ഒരുമിച്ച് സഹകരിക്കുന്നവരെ ദൈവസഭയ്ക്കകത്ത് വേണം. എന്നാലേ സഭ വളരത്തുള്ളൂ. തോൽക്കൊല്ലനായ ശീമോൻ പത്രോസിന് ഒരുമിച്ച് താമസിക്കാമെന്ന് എൻ്റെ കൂട്ടത്തിലുണ്ടേ. പ്രൈസ് ഗോഡ്. അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം പേരൻസും പിള്ളേരും ഒരുമിച്ച് എന്ത് ചെയ്യത്തില്ല. അറിയാവുന്നവർ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് അറിയാവുന്നതിനെ വേണ്ടി ചോദിച്ചത്. താമസിക്കുന്ന പോട്ടെ, പള്ളി ഇരിക്കത്തില്ല ഒരുമിച്ച്. ഒരു കൂട്ടർക്ക് അവിടെ ഇംഗ്ലീഷ് സർവീസ്, അല്ല ഞാൻ ഇംഗ്ലീഷും മലയാളം എല്ലാം നമുക്ക് അത്യാവശ്യം വേണ്ട മരുന്നിനുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അവിടെ ഇരിക്കുന്ന ഒരു കൂട്ടർക്ക് പിള്ളേർ പറയും വി കനോട്ട് വർഷിപ്പ് വിത്ത് അവർ പേരൻസ്. പിന്നെ പ്രായമുള്ളവർക്ക് വിഷമമൊന്നുമില്ല. എനിവേ ഇവിടെ തോൽക്കൊല്ലനായ ശീമോൻ, ഒരാൾ ലെതർ ബിസിനസ് അല്ലെങ്കിൽ തോൽ ഉറക്കിടുന്ന ജോലിയാ. സൈമൺ ദ ടാനർ. പേരൊക്കെ ഒന്നാ, പക്ഷെ ജോലി 2. ഒരാൾ ലെതർ ബൈൻഡർ, അടുത്ത ആളോ ഫിഷർമാനാ, പ്രീച്ചറാ, സൈമൺ പീറ്റർ. 2 പേരും ഒരുമിച്ച് താമസിക്കാൻ പറ്റും ദൈവസഭയ്ക്കകത്ത്. വി ക്യാൻ ലിവ് ടുഗദർ ഇൻ യൂണിറ്റി. ഒരേ ബെഞ്ചിലൊക്കെ ഇരിക്കുന്നത് 2 മനസ്സോടെ ദൈവസഭയ്ക്കകത്ത് ഇരിക്കരുത്. ദൈവസഭയുടെ ഐക്യത ഈ ദിവസങ്ങളിൽ വെളിപ്പെടണം. സഭ വിഘടിച്ചു പോയതും ദേശത്ത് പരാജയപ്പെടുന്നതിൻ്റെ കാരണം ഗ്രൂപ്പ് ദൈവസഭയ്ക്കകത്ത് വളർന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഗ്രൂപ്പിസം വേണ്ട ദൈവസഭയ്ക്കകത്ത്. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കണം. ഞാൻ കണ്ണുനീരോടെ പറയുന്നു, നിങ്ങളെ കാണുന്ന ഒരു തലമുറയുണ്ട്. മാതാപിതാക്കളെ ശ്രദ്ധിച്ചു കേൾക്കണം. നമുക്കിതൊക്കെ ഗെയിമാണ്, നമുക്കിതൊക്കെ കളിയാ, നമുക്ക് ഈ വഴക്കും വക്കാണവും കേസും ഒക്കെ നമുക്കിതൊക്കെ അഭിമാനമാണ്. ബട്ട് ദർ ഈസ് എ ജനറേഷൻ ഡ്രിഫ്റ്റിംഗ് away from the very love of God. പലത് നിമിത്തം പല കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവസഭയുടെ അധാർമികത നിമിത്തം, ദൈവമക്കളുടെ സാക്ഷ്യമില്ലായ്മ നിമിത്തം, ദൈവസഭയ്ക്കകത്ത് ഇത്തിൽ കണ്ണി പോലെ കടന്നുകൂടിയ ദൈവവചന വിരുദ്ധമായ വിഷയങ്ങൾ നിമിത്തം പിന്മാറ്റത്തിൽ പോയ 100 കണക്കിന് കുഞ്ഞുങ്ങളെ എനിക്കറിയാം. ഇന്ന് പകൽ ഖേദത്തോടെ പറയുന്നു, ഹല്ലേലൂയ. ഒരാത്മാവിനെ നേടുവാൻ കരയും കടലും ചുറ്റി ദൈവദാസന്മാർ ഊണും ഉറക്കവും വെടിഞ്ഞ് അധ്വാനിക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ ഇടയിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. മടങ്ങി വരാം ദൈവസഭ ഐക്യതയിലേക്ക്. Simon the tanner, your profession may be different, your taste may be different, your attitude may be different, your things may be different, your experience may be different, but we can grow together in unity. വ്യത്യസ്തതകളുടെ കൂമ്പാരമാ. പല ഭാഷ, പല സംസ്കാരം, പല അഭിപ്രായം, പല ജീവിത സാഹചര്യം, പല ജീവിത രീതി. പക്ഷെ ദൈവസഭയ്ക്കകത്ത് വേറെ കൃത്യം വേണ്ട. കാരണം നാം പോകുന്ന നാട് അങ്ങനെയുള്ള നാടാ. എത്ര പേർക്ക് നിത്യതയെക്കുറിച്ച് ഉറപ്പുണ്ട് ഇവിടെ ഇരിക്കുന്ന ഇരിപ്പില്? സ്വർഗത്തിൽ പോകുമ്പോൾ വെളിപ്പാട് പുസ്തകം വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുക. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 22-ാം, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് ഇന്ന് രാവിലെ പറഞ്ഞ് അവസാനിപ്പിക്കുക. നാം പോകുന്ന നാടിൻ്റെ പ്രത്യേകത അറിയണം. അവിടെ വേറെ കൃത്യമില്ലാത്ത നാടാ. ദർ ഇസ് നോ ഡിഫറൻസ്. ബ്യൂട്ടിഫുൾ ബെയൂല, ദ ലാൻഡ് ദാറ്റ് വി ആർ ഹെഡിങ് ടുവേഴ്സ്. നാം പോകുന്ന ദേശത്തിന് എന്തോ ഇല്ല, വേറെ വ്യത്യാസമില്ല. ഇവിടെ APC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോന്, ന്യൂ ഇന്ത്യ, ഓൾഡ് ഇന്ത്യ, ന്യൂ ജനറേഷൻ, ഓൾഡ് ജനറേഷൻ, ഇവിടെ ഇതൊക്കെ ഉള്ളത്. പക്ഷെ അവിടെ ഒറ്റ സഭയേ ഉള്ളൂ. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കറയും ചുളുക്കവും വാട്ടവും മാലിന്യമില്ലാത്ത ദൈവസഭ. ഹല്ലേലൂയ. അക്കരെ നാട്ടിലേക്കുള്ള യാത്രയിൽ ഞങ്ങളെ കൊണ്ടുപോയി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഈ ഓടിയതും അധ്വാനിച്ചതും ഒന്നും വെറുതെ ആകല്ലേ. ദൈവസഭയുടെ ഭാഗ്യകരമായ പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്. എന്തിനാ ഈ പ്രസംഗം? എന്തിനാ ഇന്ന് രാവിലെയും കർത്താവിൻ്റെ തിരുമേശയിൽ നിന്ന് നാം പങ്കെടുത്തത്? അക്കരെ നാട്ടിൽ പോകുവാനാ.
ഏതു ഭക്തൻ്റെയും ചെവി കുളിർമയുള്ള കേൾക്കുവാൻ ഇമ്പമുള്ള ശബ്ദമാ യേശു വരാറായി. പെന്തിക്കോസുകാരൻ്റെ ഭാഗ്യകരമായ പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ, മഹത്വമുള്ള പ്രത്യാശ, നിലനിൽക്കുന്ന പ്രത്യാശ, മഹാരാജാവിൻ്റെ മടങ്ങിവരവ് ആസന്നമായി. കാഹളനാദം കേൾക്കാറായി, കുഞ്ഞാട്ടിൻ കാന്തേ വ്യാകുല കാലം തീരാറായി, ആയാറിൽ നീ കണ്ടിടും. നമ്മുടെ രക്ഷകനെ കാണുന്ന ദിവസം ആസന്നമായെന്നേ. വെളിപ്പാട് പുസ്തകം ഇന്നലെ പറഞ്ഞതിൻ്റെ അവസാനം ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ ഏറ്റവും വലിയ പേടി ഈജിയൻ കടല, സമുദ്രമാണ്. എങ്ങോട്ട് നോക്കിയാലും കടൽ, അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ഈ കടലാണ്. അപ്പോൾ പുള്ളിയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടൽ കയറിയിട്ട് പറയുകയാണ്, എന്ന് തീരും ഈ കഷ്ടമൊക്കെ കടല്. ആദ്യത്തെ മെസ്സേജ്, നീ എന്തിനെ ഭയപ്പെട്ടോ, അത് സ്വർഗത്തിലില്ല എന്നതായിരുന്നു ദൈവം യോഹന്നാന് കൊടുത്ത ഒന്നാമത്തെ സന്ദേശം. വെളിപ്പാട് പുസ്തകം 21:1-2 വാക്യങ്ങൾ. അനന്തരം ഞാൻ പുതിയൊരു ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും കഴിഞ്ഞുപോയി. ഒന്നാമത്തെ മെസ്സേജ്, ഇനി സമുദ്രമില്ല. യോഹന്നാനെ, പത്മോസിൽ ഇരുന്നു കൊണ്ട് നിന്റെ ഹൃദയത്തെ ഖേദിക്കുന്ന ഏറ്റവും വലിയ മുറിവ് ഈ ഈജിയൻ കടല. പക്ഷെ നീ പോകുന്ന നാട്ടിൽ ഒന്നാമത്തെ മെസ്സേജ്, അവിടെ സമുദ്രമില്ല. ഹല്ലേലൂയ. നീ എന്തിനെ ഭയപ്പെട്ടോ, അതില്ലാത്ത നാടാ നിത്യനാട്. എത്ര പേർക്ക് ആവേശമുണ്ട്? പുസ്തകം അടക്കം പ്രാർത്ഥിക്കാൻ പോകുക. നാം പോകുന്ന നാട് വാഗ്ദത്തങ്ങളുടെ കൂമ്പാരത്താൽ നിറയപ്പെട്ട നാടാണ്. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ 1-2 വാക്കിൽ പറഞ്ഞ് ഒരുമിച്ച് നാം പാടി കർത്താവിനെ സ്തുതിച്ച് അവസാനിപ്പിക്കാൻ പോകുക. പാട്ട് പാടുവാൻ സഹോദരന്മാർ, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത പാട്ട് നിങ്ങൾക്ക് പാടാം. ഒരു പ്രത്യാശയുടെ ഗാനം നമുക്ക് ചേർന്ന് പാടണം. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ സമാപന സന്ദേശം ചെയ്യുമ്പോൾ ആത്മാവിൽ ഇന്ന് രാവിലെ തുള്ളിച്ചാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കണം. നിങ്ങൾക്ക് എൻ്റെ ഒപ്പം വരാൻ കഴിയുമോ? ഇതാ, ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുന്നു. ഹല്ലേലൂയ. അവിടെ നിന്ന് ഹല്ലേലൂയ ഒരു തനി തങ്ക കൊട്ടാരം ഇറങ്ങി വരികയാണ്. ഈ നാടിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കേൾക്കണമോ? ഇത് രോഗമില്ലാത്ത നാടാണ്, ഇത് രോഗിയില്ലാത്ത വീടാണ്, നിത്യ സൗഭാഗ്യങ്ങളുടെ കൂമ്പാരം വിളങ്ങുന്ന നാടാണ്. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഇവിടെ മുറവിളിയും കണ്ണുനീരും മരണവും ഇനി ഉണ്ടാകാത്ത നാടാണ് നാം പോകുന്ന സൗഭാഗ്യങ്ങളുടെ നാട്. ഏദനിൽ ആദമും ഹൗവയും കേട്ട ദൈവത്തിൻ്റെ കാലൊച്ച ദൈവസഭ നിത്യം കേൾക്കുന്ന നാടാ നാം പോകുന്ന പുത്തനാം യെരൂശലേം. ഈ നാടിൻ്റെ പ്രത്യേകത, ഇവിടെ ഭാഷ, വേഷ, വർഗ, വർണ്ണ വ്യത്യാസമില്ല. ആഫ്രിക്കനെന്നോ അമേരിക്കനെന്നോ കാനഡക്കാരനെന്നോ ആസാമിയെന്നോ ആലപ്പുഴക്കാരനെന്നോ അന്റാർട്ടിക്കക്കാരനെന്നോ ഒരു വ്യത്യാസമില്ലാത്ത എല്ലാവരും ഹല്ലേലൂയ വിശുദ്ധ വസ്ത്രം ധരിച്ച് ശുഭ്രവസ്ത്രധാരികളായി കറയും ചുളുക്കവും വാട്ടവും മാലിന്യമില്ലാത്തവരായി നിൽക്കുന്ന ഒരു നാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. 1500 മൈൽ നീളം, 1500 മൈൽ വീതി, 1500 മൈൽ ഉയരമുള്ള തേജസ് തങ്കം പോലെ വിളങ്ങുന്ന ഒരു തനി തങ്ക കൊട്ടാരമാ നമ്മൾ പോകുന്ന പുത്തനാം യെരൂശലേം. ഹല്ലേലൂയ. ആ നഗരത്തിന് ചുറ്റും പൊക്കമുള്ള വൻമതിലുണ്ട്. അത് സൂര്യകാന്തം കൊണ്ട്, വെളിപ്പാട് 21:18 തൊട്ട് താഴോട്ട് അത് സൂര്യകാന്തമാണ് മതിൽ നിർമ്മിച്ചിരിക്കുന്നത്. മതിലിന് 4 വശത്തും തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് 3 വീതം 12 ഗോപുരങ്ങൾ മുത്തിനാൽ നിർമ്മിതം. ഓരോ ഗോപുരത്തിനും ദൂതന്മാർ രാപ്പകൽ കാവൽ നിൽക്കുന്നു. നഗരമതിലിന്റെ അടിസ്ഥാനം 12 വിധമായ വിലമതിക്കാത്ത രക്തങ്ങൾ കൊണ്ട്, മാണിക്യം, മരതകം, ഗോമേതകം, പൂഷ്യരാഗം, വൈഡൂര്യം, പത്മരാഗം, സുഗന്ധിരക്തം, നഖവർണ്ണി, ചുവപ്പുകല്ല്, പത്മരാഗം, പീതരക്തം, 12 രക്തങ്ങൾ കൊണ്ട് അടിസ്ഥാനമിട്ടിരിക്കുന്ന നഗര മതിലുകൾ, വീതികളെല്ലാം സ്വച്ഛ സ്ഫടിക തങ്ക നിർമ്മിതമാണ്. പളുങ്കിനൊത്ത കണ്ണാടി കടലാണ്. അവിടെ വിളക്കിന്റെ ആവശ്യമില്ല, അവിടെ ചന്ദ്രന്റെ ആവശ്യമില്ല, അവിടെ സൂര്യന്റെ ആവശ്യമില്ല, അവിടെ നക്ഷത്രത്തിന്റെ ആവശ്യമില്ല. കാരണം കുഞ്ഞാട് അവരുടെ വിളക്കായിരിക്കും. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? എനിക്ക് അക്കരെ നാട്ടിൽ പോകണം, ഏറെ നാളായി കാണാൻ ആശ വെച്ച എൻ്റെ യേശുവിനെ, എനിക്ക് വേണ്ടി മുറിവേറ്റവനെ, എനിക്ക് വേണ്ടി മരിച്ചവനെ, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടവനെ, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനെ, അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിമേലുണ്ടായിരിക്കും. പ്രത്യാശയുള്ളവർ ഇന്ന് പകൽക്കാലം സഭ വളരണം, ഞങ്ങൾക്ക് ആത്മാവിൽ ഉയരണം, ദേശത്ത് ആത്മാക്കളെ നേടണം, അക്കരെ നാട്ടിൽ പോകണം. നിത്യത നഷ്ടപ്പെടുന്നതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരരുത് എന്ന് ഉറപ്പുള്ളവർ, പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിച്ചാട്ട് ദൈവദാസന്മാരോട് ചേർന്ന് എല്ലാവരും